Good afternoon. Okay. രണ്ട് മൂന്ന് ദിവസമൊക്കെ അവധിയായിരുന്നല്ലോ എല്ലാവർക്കും. ഓക്കെ, അപ്പോ നമ്മുടെ ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂൾ കഴിഞ്ഞു, എക്സാമും കഴിഞ്ഞു. എക്സാം ഒക്കെ എളുപ്പമല്ലായിരുന്നു എല്ലാവർക്കും? ഓക്കെ അല്ലായിരുന്നോ? ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരുന്നു അല്ലേ? ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ നോക്കിയായിരുന്നു. നല്ല കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് നന്നായിട്ട് എഴുതാൻ പറ്റും. നമ്മൾ പറഞ്ഞ അല്ലെ ഇമ്പോർട്ടന്റ് സെക്ഷനിൽ നിന്നൊക്കെ തന്നെയാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചത്. ഓക്കെ, അതെ. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് പോകുന്നത് തേർഡ് മൊഡ്യൂളിലേക്കാണ് കേട്ടോ. അതായത് ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂൾ എന്ന് പറഞ്ഞ ചാപ്റ്റേഴ്സ് അധികം വലിയ ഒന്നോ രണ്ടോ ചാപ്റ്റർ ഒക്കെ വലിയ ചാപ്റ്റർ ഉണ്ടായിരുന്നുള്ളൂ. ഈ തേർഡ് മൊഡ്യൂളിൽ ഓൾമോസ്റ്റ് എന്താ പറയാ, ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂൾ പോലെയല്ല തേർഡ് മൊഡ്യൂളിൽ ഒരു എന്താ ജനറൽ ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലിന്റെ മാത്രം വ്യൂവിൽ നിന്ന് നോക്കുന്നതല്ല, ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ തേർഡ് മൊഡ്യൂളിലും ഫോർത്ത് മൊഡ്യൂളിലും വരുന്നുണ്ട്. അപ്പൊ അതിനകത്ത് ഇപ്പോ തേർഡ് മൊഡ്യൂളിൽ നമുക്ക് HR മൂന്നാമത്തെ ചാപ്റ്റർ ആണ് ഹ്യൂമൻ റിസോഴ്സ്. HRM പഠിക്കാണ്ട് ഡിസ്ചാർജ് പ്രോസസ്സ് നിങ്ങൾ ടെക്സ്റ്റ് എടുത്താൽ അറിയാം. അവിടെ നമുക്ക് 13 ചാപ്റ്റർ ആണ് തേർഡ് മൊഡ്യൂളിലുള്ളത് കേട്ടോ. 13 ചാപ്റ്റർ. അപ്പൊ നമ്മൾ അതിനകത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത് 8ാമത്തെ ചാപ്റ്റർ ആണ്, സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ഇൻ ദ ഹോസ്പിറ്റൽ. ചെറിയൊരു ചാപ്റ്റർ നോക്കി ആദ്യം തന്നെ എടുത്തതാണ് കേട്ടോ. അപ്പൊ കുറച്ച് ചാപ്റ്റേഴ്സ് ഒക്കെ ഇത്തിരി വലുതാണ്, എന്നാലും ബുദ്ധിമുട്ടൊന്നുമില്ല. നിങ്ങളത് കറക്റ്റ് ആയിട്ട് എടുക്കുന്ന അന്ന് തന്നെ വായിച്ചു വെക്കാം, ഒരു പ്രാവശ്യമെങ്കിലും വായിച്ചു വെക്കാം. അപ്പൊ എക്സാം കഴിഞ്ഞോടുകൂടി കുറച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലെ? ചിലവർക്ക് ഓക്കെ കുഴപ്പമില്ല, ഓൾമോസ്റ്റ് ഇപ്പൊ നിങ്ങളുടെ ക്ലാസ്സിൽ ഇത് പറയേണ്ട ആവശ്യമില്ല, എനിക്കറിയാം. എല്ലാവരും റെഗുലർ ആയിട്ട് ഞാൻ പറഞ്ഞില്ലേ, റിവിഷന്റെ സമയത്ത് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്തപ്പോ എല്ലാവരും തന്നെ അത് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്ക് മനസ്സിലായി നിങ്ങൾ പഠിക്കുന്നുണ്ട് എന്നുള്ളത്. നമുക്ക് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്, നിങ്ങൾ നന്നായിട്ട് എഴുതും, കുഴപ്പമില്ല എന്നുള്ളത്. എന്നാലും ചിലർക്കൊക്കെ ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാവും, അയ്യോ എനിക്ക് നേരത്തെ മിസ് പറഞ്ഞ പോലെ നേരത്തെ ഒന്ന് പഠിച്ചു വെക്കായിരുന്നു, എക്സാമിന് തലേദിവസമൊക്കെ എടുത്ത് വായിക്കുമ്പോൾ എല്ലാ ചാപ്റ്ററും കൂടി വരുമ്പോ ഒരു കൺഫ്യൂഷൻ അല്ല, നമുക്ക് ആ സമയം കിട്ടാതെ വരും. പക്ഷെ അന്നന്ന് വായിച്ചു വെച്ചവർക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായി കാണൂല അല്ലെ? ജസ്റ്റ് ഒന്ന് മറിച്ച് നോക്കേണ്ട കാര്യം മാത്രമേ ഉണ്ടാവുള്ളൂ. അതൊക്കെ അല്ലേ? ആർക്കെങ്കിലും ഞാൻ ഈ പറഞ്ഞൊരു കുഞ്ഞു കാര്യം തോന്നിയോ? ചിലർക്ക് എങ്കിലും തോന്നിയിട്ടുണ്ടാവോ ഇങ്ങനെ, അയ്യോ അന്നൊന്ന് വായിച്ചു വെക്കായിരുന്നു എന്ന്? വായിക്കാത്തവരോടാണ് ചോദിച്ചത്. അപ്പൊ നിങ്ങക്ക് മനസ്സിലായല്ലോ. ഇപ്പൊ ഒരു എക്സാം കഴിഞ്ഞപ്പോ എന്തായാലും നമുക്ക് മനസ്സിലായി എന്താണ്. അപ്പൊ ഇതുവരെയുള്ളത് പോട്ടെ, ഇന്ന് മുതല് അതിന് നമ്മൾ പഠിച്ചൊരു പാഠാണ്. അതായത് അന്നൊന്ന് വായിച്ചു വെക്കണം. പിന്നെ എക്സാം എപ്പോ വന്നാലും നമുക്ക് ഒരു പ്രശ്നമില്ല. അന്നൊന്ന് ക്ലാസ് എടുക്കുന്നത് അന്ന് തന്നെ വായിച്ചു വെക്കുക. പിന്നെ എക്സാമിന് തലേദിവസം നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് മറച്ചു നോക്കിയാൽ മതി. പിന്നെ ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഞാൻ ആരുണ്ടെന്ന് പറയില്ല കേട്ടോ നിങ്ങളുടെ ക്ലാസ്സിൽ. ഞാൻ അത്രയും കോൺഫിഡന്റ് ആയിരുന്നു നിങ്ങളുടെ ഒരു ക്ലാസ്സിന്. എനിക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്തപ്പോ തന്നെ മനസ്സിലായി നിങ്ങളെല്ലാവരും പഠിക്കുന്നുണ്ടെന്ന്. എങ്കിലും ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ അവരെന്തായാലും നമുക്ക് ഇനി കറക്റ്റ് ചെയ്യാനുള്ള സമയമാണ്, അന്നന്ന് തന്നെ വായിച്ചു വെക്കുക. അപ്പൊ കുഞ്ഞു ചാപ്റ്റർ നോക്കി ഞാൻ ആദ്യത്തെ എടുത്തതാട്ടോ. അതാണ് 8ാമത്തെ ചാപ്റ്ററിലേക്ക് പോയ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ഇൻ ദ ഹോസ്പിറ്റൽ. സിമ്പിൾ ചാപ്റ്റർ ആണ്. എല്ലാവരും 8ാമത്തെ ചാപ്റ്റർ കേട്ടോ ഒന്ന് എടുത്തു വെക്കുക, ടെക്സ്റ്റ് ഒന്ന് എടുത്തു വെക്കുക കേട്ടോ. സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ഇൻ ദ ഹോസ്പിറ്റൽ. ചെറിയ ചാപ്റ്റർ ആണ്, പിന്നെ എളുപ്പമുള്ള ചാപ്റ്റർ ആണ് കേട്ടോ. ഞാനൊന്ന് എടുക്കട്ടെ കേട്ടോ, ഷെയർ ചെയ്ത്. ചില ചാപ്റ്റർക്ക് ഒത്തിരി വലിയ ചാപ്റ്റേഴ്സ് ആണ്, ചിലതൊക്കെ. ചിലത് കുഴപ്പമില്ല. ഫസ്റ്റ് സെക്കൻഡിനെയും വെച്ച് നോക്കുമ്പോൾ തേർഡ് ഫോർത്ത് മൊഡ്യൂളുകള് അത് നിങ്ങൾക്ക് അറിയാലോ, ഒരിത്തിരി ബുദ്ധിമുട്ടെന്നല്ല പറയണേ, കുറച്ചും കൂടി കണ്ടന്റ് ഉണ്ട്, പഠിക്കാൻ കുറച്ചും കൂടി കൂടുതലുണ്ട്. ചാപ്റ്റർ കുറച്ചും കൂടി ലെങ്തി ആണ്. അത് മനസ്സിൽ കണ്ടുകൊണ്ട് നമ്മൾ എന്തായാലും കൃത്യമായിട്ട് തന്നെ പഠിച്ചു വെക്കണം കേട്ടോ. ചാപ്റ്റർ ഒന്ന് എടുത്തിടട്ടെ കേട്ടോ. 7 വരെ സ്റ്റാർട്ട്. ചാപ്റ്റർ നോക്കിയായിരുന്നോ? ടെക്സ്റ്റ് മറിച്ച് നോക്കിയായിരുന്നോ നിങ്ങൾ എങ്ങനെയുണ്ടെന്ന്? ഓക്കെ, 8ാമത്തെ ചാപ്റ്റർ
മറിച്ച് നോക്കി അല്ലെ. ചില ചാപ്റ്റർ ഒക്കെ ഇത്ര വലിയ ചാപ്റ്റർ പോലെ തോന്നിയോ? ഓക്കെ, കുഴപ്പമില്ല. നമ്മൾ പഠിച്ചു വരുമ്പോൾ നമുക്കത് സിമ്പിൾ ആവും, കുഴപ്പമൊന്നുമില്ല. ഇതിൽ പേജസ് കൂടുതൽ ഉണ്ടെന്നുള്ളൂ. എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ചാപ്റ്റർ 8 ആണ്, സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ഇൻ ദ ഹോസ്പിറ്റൽ. സേഫ്റ്റി എന്ന് പറഞ്ഞാൽ എന്താ? സേഫ്റ്റി, സുരക്ഷ അല്ലെ, ഹോസ്പിറ്റലിലെ സുരക്ഷ. അതുപോലെ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ സുരക്ഷിതത്വം. എന്തൊക്കെയാണ് നോക്കാം. നമുക്കൊരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് നമ്മൾ പേഷ്യൻസ്, അത് കുറച്ച് ഓരോ പോയിന്റ്സ് ആയിട്ട് തന്നെയാണ്. നമുക്ക് എന്തൊക്കെ സേഫ്റ്റി മെഷേഴ്സ് ആണ് നമ്മൾ എടുക്കേണ്ടത്, പേഷ്യൻസിനെ സംബന്ധിക്കുന്നത് അല്ലെങ്കിൽ സ്റ്റാഫുകളെ സംബന്ധിച്ച് എന്തൊക്കെ സേഫ്റ്റി സെക്യൂരിറ്റി കാര്യങ്ങളാണ് ഹോസ്പിറ്റലിൽ എന്ന് നോക്കാം. ഫസ്റ്റ്, സേഫ്റ്റി. എന്താണ് നമ്മൾ സേഫ്റ്റി എന്ന് പറയുന്നത്? ഡിഫൈൻ സേഫ്റ്റി. സേഫ്റ്റി എന്ന് പറഞ്ഞ എന്താ? സുരക്ഷ അല്ലെ. സുരക്ഷ എന്ന് പറയുന്നത് എന്താ? നമ്മള് ഭാഗ്യം ഞാൻ സേഫ് ആയി അല്ലെ, എന്തെങ്കിലും നമുക്കുള്ള ഒരു അപകടങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ ഇഞ്ചുറി, മുറിവുകളിൽ നിന്നോ ദോഷങ്ങളിൽ നിന്നോ ഒക്കെ നമ്മൾ ഫ്രീ ആവുന്നതിനെയാണ് സേഫ്റ്റി എന്ന് പറയുന്നത്. എന്താണ് സേഫ്റ്റി എന്ന് നോക്കിയേ? സേഫ്റ്റി മീൻസ് ടു ബി ഫ്രീ ഫ്രം ഇഞ്ചുറി, റിസ്ക് ഓർ ഹാം. എന്തെങ്കിലും ഇഞ്ചുറി അല്ലെങ്കിൽ റിസ്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ദോഷങ്ങൾ, ഇതിൽ നിന്നൊക്കെ ഫ്രീ ആവുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? സേഫ്റ്റി എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് സെന്റൻസ്. സേഫ്റ്റി മീൻസ് ടു ബി ഫ്രീ ഫ്രം ഇഞ്ചുറി, റിസ്ക് ഓർ ഹാം. ഇതിൽ നിന്നൊക്കെ ഫ്രീ ആവുന്നതാണ് സേഫ്റ്റി എന്ന് പറയുന്നത്. മാനേജ്മെന്റ് ഓഫ് എനി ഹോസ്പിറ്റൽ ഹാസ് ദ two-fold responsibility concerning the safety. ഏതൊരു ഹോസ്പിറ്റലിന്റെയും അല്ലെ മാനേജ്മെന്റിന് സേഫ്റ്റിയെ സംബന്ധിച്ച് ഇരട്ട ഉത്തരവാദിത്വമുണ്ട്. two-fold റെസ്പോൺസിബിലിറ്റി. എന്താണ് റെസ്പോൺസിബിലിറ്റി? എന്താ ഒരു മാനേജ്മെന്റിന് ഹോസ്പിറ്റലില് സേഫ്റ്റിനെ സംബന്ധിച്ച് എന്ത് ഉത്തരവാദിത്വം ഉള്ളതെന്ന് നോക്കി. എന്താണ് റെസ്പോൺസിബിലിറ്റി? ഫസ്റ്റ് നോക്കി, to make the workplace and surrounding safe by creating safe condition. എന്താണ് ഫസ്റ്റ് പറഞ്ഞേക്കണേ? to make the workplace, ആ ജോലി സ്ഥലം അതുപോലെ തന്നെ സറൗണ്ടിങ്സ്, ചുറ്റുപാടുകള് സേഫ് ആക്കുക. എങ്ങനെ സേഫ് ആക്കുക? by creating safe condition, ഒരു സുരക്ഷിതമായിട്ടുള്ള കണ്ടീഷൻസ് അല്ലെ നിലനിർത്തിക്കൊണ്ട് തന്നെ അവരുടെ വർക്ക് പ്ലേസും അതുപോലെ ചുറ്റുപാടുകളും സേഫ് ആക്കുക. അത് മാനേജ്മെന്റിന്റെ ഉത്തരവാദിത്വമാണ്, റെസ്പോൺസിബിലിറ്റി ആണ്. ഒരു സുരക്ഷിതമായിട്ടുള്ള ഒരു കണ്ടീഷൻ നിലനിർത്തിക്കൊണ്ട് എന്ത് ചെയ്യുക? അവര് വർക്ക് ചെയ്യുന്ന വർക്ക് പ്ലേസ് ചുറ്റുപാടുകൾ ഫ്രീ ആക്കുക. എക്സാമ്പിൾ, റേഡിയോളജിയിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ എന്താണ് മാനേജ്മെന്റിന്റെ റെസ്പോൺസിബിലിറ്റി? എന്താണ്? അവര് വർക്ക് ചെയ്യുന്ന റേഡിയോളജി അല്ലെ, റേഡിയേഷൻസ് കാര്യങ്ങളൊക്കെ ഉള്ള ചെയ്യുന്ന ഒരു ഇതാണ് റേഡിയോളജി എന്ന് പറയുന്നത്. അപ്പൊ അവരെന്താണ് അവിടുത്തെ സ്റ്റാഫുകൾക്ക് പേഷ്യൻസിന് ഒക്കെ സേഫ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെ, അവിടെ അവരുടെ ആ ഒരു വർക്ക് ചെയ്യുന്ന അന്തരീക്ഷം അതുപോലെ തന്നെ ആ വർക്ക് പ്ലേസും സേഫ് ആക്കുക. ഇതാണ് ഒന്നാമത്തെ ഉത്തരവാദിത്വം. അപ്പൊ എക്സാമ്പിൾ റേഡിയോളജി ആണെങ്കിൽ റേഡിയോളജിയുടെ ചുറ്റുപാടുകൾ സേഫ് ആക്കുക. അങ്ങനെ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കേണ്ടത് മാനേജ്മെന്റിന്റെ ഉത്തരവാദിത്തമാണ്. രണ്ടാമത് നോക്കിയേ, ടു എസ്റ്റാബ്ലിഷ്, കമ്മ്യൂണിക്കേറ്റ് ടു ഓൾ കൺസേൺ ആൻഡ് എൻഫോഴ്സ് സേഫ്റ്റി റൂൾസ്. എന്താണ്? സുരക്ഷാ നിയമങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് എല്ലാവരുമായിട്ട് ആശയവിനിമയം നടത്തുക അല്ലെ. ഇപ്പൊ എന്തൊക്കെ സേഫ്റ്റി പ്രിക്കോഷൻസ് ആണ് പാലിക്കേണ്ടത് അത് മാനേജ്മെന്റ് എന്ത് ചെയ്യണം? അതുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ടു എസ്റ്റാബ്ലിഷ്, കമ്മ്യൂണിക്കേറ്റ് ടു ഓൾ concerned and enforce safety rules. സുരക്ഷാ നിയമങ്ങളുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട എല്ലാവരുമായിട്ട് ആശയവിനിമയം നടത്തുക. അപ്പൊ നമുക്ക് അവിടെ ഉണ്ടാകുന്ന അപകടങ്ങൾ ഒഴിവാക്കാൻ പറ്റൂലേ? അല്ലേ? ഒഴിവാക്കാൻ പറ്റും. എല്ലാവരും അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരും സേഫ്റ്റി റൂൾസ് മനസ്സിലാക്കുകയാണെങ്കിൽ അല്ലേ നമുക്ക് അവിടെ അപകടങ്ങളൊക്കെ കുറയ്ക്കാൻ പറ്റും. അത് രണ്ടും മാനേജ്മെന്റിന്റെ ഉത്തരവാദിത്വമാണ്. മനസ്സിലാക്കി വെക്കുക. ഒന്നാമത്തെ എന്താ? ടു മേക്ക് ദ വർക്ക് പ്ലേസ് ആൻഡ് സറൗണ്ടിങ് സേഫ്, സുരക്ഷിതമാക്കി വെക്കുക. രണ്ടാമത്തെ എന്താണ്? ടു എസ്റ്റാബ്ലിഷ്,
communicate it to all concerned and enforce safety rules. സുരക്ഷാ നിയമങ്ങള് അല്ലെ നടപ്പിലാക്കുക, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എല്ലാവരുമായിട്ട് ആശയവിനിമയം നടത്തുക. ക്ലിയർ ആയോ? 2 പോയിന്റ്സ്. മാനേജ്മെന്റിന്റെ ഉത്തരവാദിത്വം എന്താണ്? സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട് മാനേജ്മെന്റിന്റെ ഉത്തരവാദിത്വം എന്താണ്? ഓക്കെ, 2 പോയിന്റ്സ്. ഇനി അടുത്തതാണ് സേഫ്റ്റി അവയർനെസ് എന്ന് പറയുന്നത്. സേഫ്റ്റി അവയർനെസ്, അവയർനെസ് എന്ന് പറഞ്ഞാൽ ഒരു അവബോധം അല്ലെ, സുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ഒരു അവബോധം. എന്താണ്? നോളജ് ഓഫ് വർക്ക് റിലേറ്റഡ് റിസ്ക് ഈസ് നെസസറി. നമ്മളിപ്പോ ഒരു ജോലി ചെയ്യാണ്, അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ അപകടങ്ങൾ ഉണ്ടാകാം അതിനെ കുറിച്ചുള്ള ഒരു നോളജ് അത്യാവശ്യമല്ലേ? അല്ലെ? എങ്കിലല്ലേ നമ്മൾ അതൊന്ന് കരുതിയിരിക്കോളൂ. വർക്കുമായി ബന്ധപ്പെട്ടുള്ള അപകടങ്ങളെ കുറിച്ചുള്ള അറിവുകൾ ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ്. അതാണ് സേഫ്റ്റി അവയർനെസ്. ഞാൻ റേഡിയോളജിയിൽ വർക്ക് ചെയ്യാണ്, എന്തൊക്കെ അപകടങ്ങൾ അവിടെ നമുക്ക് ഉണ്ടാകാം എന്നുള്ള ഒരു അറിവ് എനിക്ക് വേണം അല്ലെ? എന്നാലല്ലേ ഞാനത് ശ്രദ്ധിക്കുള്ളൂ അല്ലെ? ഇപ്പൊ ലാബില് ഞാൻ വർക്ക് ചെയ്യാണ്, ലാബില് എന്തൊക്കെ അപകടങ്ങളാണ് നമുക്ക് അവിടെ ഉണ്ടാവാൻ പറ്റുക എന്നുള്ളത് എനിക്ക് ഒരു ബോധം ഉണ്ടാവണം, ഒരു നോളജ് എനിക്ക് ഉണ്ടാവണം. എങ്കിലാണ് എനിക്ക് അത് മനസ്സിൽ മുന്നിൽ അത് കരുതി എനിക്ക് അതിനനുസരിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് സേഫ്റ്റി അവയർനെസ് എന്ന് പറയുന്നത്. എന്താ? നോളജ് ഓഫ് വർക്ക് റിലേറ്റഡ് റിസ്ക് ഈസ് നെസസറി. വർക്കുമായി ബന്ധപ്പെട്ടുള്ള അപകടങ്ങള് അതിനെ കുറിച്ചുള്ള ഒരു നോളജ് അത്യാവശ്യമാണ്. നോക്കിയാൽ ഏതൊക്കെയാ? ലാബ്, നേഴ്സിംഗ് ഫ്ലോർസ്, ലോണ്ടറി ആൻഡ് കിച്ചൺ ഡിമാൻഡ് സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻ ആൻഡ് ഫുഡ് സേഫ്റ്റി റൂൾസ്. ഈ പറയുന്ന ലാബില് നേഴ്സിംഗ് ഫ്ലോർ എന്ന് പറഞ്ഞ എന്താ? നേഴ്സിംഗ് ഫ്ലോർ സ്പെസിഫിക് ടൈപ്പ് ഓഫ് കെയർ കൊടുക്കുന്നത്. ICU, ജനറൽ ഫ്ലോർ, ഇതൊക്കെ നേഴ്സിംഗ് ഫ്ലോറിൽ വരുന്നതാണ്. ഹോസ്പിറ്റലില് സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കെയർ കൊടുക്കുന്ന പ്രൊവൈഡ് ചെയ്യുന്നതാണ് നേഴ്സിംഗ് ഫ്ലോർ എന്ന് പറയുന്നത്. അപ്പൊ ലാബുമായിട്ട് ബന്ധപ്പെട്ട്, നേഴ്സിംഗ് ഫ്ലോർസുമായിട്ട് ബന്ധപ്പെട്ട് ലോണ്ടറി ആൻഡ് ലിനൻ സർവീസ്, അത് നിങ്ങൾക്ക് പഠിക്കാണ്ട് കേട്ടോ. ലോണ്ടറി, ലിനൻ. അപ്പൊ ലോണ്ടറി അലക്കല് അല്ലെ, ഹോസ്പിറ്റലിലേക്കുള്ള എല്ലാ പേഷ്യൻസിന്റെ ആണെങ്കിലും ഹോസ്പിറ്റൽ ബെഡ്, ബെഡ്ഷീറ്റ് അങ്ങനെയുള്ളതൊക്കെ കഴുകി അലക്കി ക്ലീൻ ആക്കി തരുന്ന ഒരു സർവീസാണ് ലോണ്ടറി ആൻഡ് ലിനൻ സർവീസ് എന്ന് പറയുന്നത്. അലക്കല് കാര്യങ്ങളൊക്കെ ഉള്ളത്. അത് കിച്ചൺ, ഡയറ്ററിയിലൊക്കെ നമ്മൾ പറയില്ലേ കിച്ചൺ, ഇതെല്ലാം ആയിട്ട് ബന്ധപ്പെട്ട് പ്രത്യേക നിർദ്ദേശങ്ങളും സേഫ്റ്റി റൂൾസുകളും എന്തൊക്കെയാണ്? സേഫ്റ്റി റൂൾസ് അത് നമ്മള് എന്താ അങ്ങനെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് സേഫ്റ്റി റൂൾസ് അതുപോലെ സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻസും ആവശ്യമാണെന്ന്. അപ്പൊ ഇവിടെ ഇപ്പൊ ലാബിൽ വർക്ക് ചെയ്യുന്നവർക്ക് എന്തെങ്കിലും അപകടങ്ങൾ വരാം. നഴ്സിംഗ് ഫ്ലോറ്, ലോണ്ടറി ആൻഡ് കിച്ചൺ, ഇവിടെയൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സേഫ്റ്റി റൂൾസ്, സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ അത് ആവശ്യമാണ്. Okay, employees should develop a safe attitude and a safe behavior. നമ്മൾ എങ്ങനെയായിരിക്കണം എംപ്ലോയി, അവിടുത്തെ സ്റ്റാഫ് എന്ന് പറയുന്നത്? എന്ത് ഡെവലപ്പ് ചെയ്യണം? സേഫ് ആറ്റിറ്റ്യൂഡ് ആൻഡ് സേഫ് ബിഹേവിയർ. സുരക്ഷിതമായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ്, മനോഭാവം, സേഫ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ എല്ലാം എംപ്ലോയി എന്ത് ചെയ്യണം? ഡെവലപ്പ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ ചാടിക്കേറി അല്ലെങ്കിൽ നമ്മൾ ഒരു ശ്രദ്ധയില്ലാതെ ഒക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതൽ അപകടങ്ങൾ വരുന്നത് അല്ലേ? ഒരു സുരക്ഷിതമായിട്ടുള്ള ഒരു മനോഭാവവും സേഫ് ആയിട്ടുള്ള ഒരു സുരക്ഷിതമായ ഒരു ബിഹേവിയറും എംപ്ലോയീസ് ഡെവലപ്പ് ചെയ്യണം. അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ. എംപ്ലോയി ഷുഡ് ഡെവലപ്പ് എ സേഫ് ആറ്റിറ്റ്യൂഡ് ആൻഡ് സേഫ് ബിഹേവിയർ. The causative factor for most accidents are more human than environment. മിക്ക ആക്സിഡന്റിനും കാരണമാകുന്ന, മിക്ക അപകടങ്ങൾക്കും കാരണമാകുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ഏതാണ്? ഏത്? എൻവയോൺമെന്റിനേക്കാളും നമ്മുടെ പരിസ്ഥിതിനേക്കാളും ഹ്യൂമൻ ആണ്, ആളുകൾ മൂലമാണ്. ശരിയല്ലേ? നമ്മുടെ പരിസ്ഥിതി മൂലമല്ല, എൻവയോൺമെന്റ് മൂലമല്ല. മിക്ക ആക്സിഡന്റിനും കാരണമാകുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ഹ്യൂമൻ ആണ് അല്ലെ? നമ്മുടെ ശ്രദ്ധയില്ലായ്മയും കൊണ്ടല്ലേ മിക്ക അപകടങ്ങളും വരുന്നത്? ആണോ? അല്ലേ?
നമ്മുടെ ഒരു മനുഷ്യര് തന്നെയല്ലേ, നമ്മുടെ ശ്രദ്ധയില്ലായ്മകൾ കൊണ്ട് തന്നെയാണ് മിക്ക അപകടങ്ങളും വരുന്നത്. അതാണ് മിക്ക ആക്സിഡന്റ്സിനും അപകടങ്ങൾക്കും കാരണമാകുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ്? ഹ്യൂമൻ, മനുഷ്യനാണ്. ഏതിനേക്കാളും? എൻവയോൺമെന്റിനേക്കാളും. ഓക്കെ, ഇനി അടുത്തത് ഹോസ്പിറ്റൽ സേഫ്റ്റി റൂൾസ് ആണ്. ഇവിടെ കുറച്ച് ഒരു ഈ വരെ പോയിന്റ് പഠിക്കാണ്ട്. അതായത് സേഫ്റ്റി റൂൾസ്, ജനറൽ സേഫ്റ്റി റൂൾസ്. പേഴ്സണൽ എന്ന് പറഞ്ഞ ആരാ? സ്റ്റാഫ് ആണ് കേട്ടോ. PRSONNEL. ജനറൽ സേഫ്റ്റി റൂൾസ് എന്തൊക്കെയാണ്? ജനറൽ ആയിട്ടുള്ള സേഫ്റ്റി റൂൾസ്. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ എങ്ങനെ ചോദിക്കാന്ന് പറയട്ടെ. Which of the following comes under general safety rules? അങ്ങനെ ചോദിക്കും. ജനറൽ സേഫ്റ്റി റൂൾസിൽ വരുന്നത് ഏത്? അല്ലെങ്കിൽ which of the following not comes under general safety rules? അപ്പൊ നമ്മൾ ജനറൽ സേഫ്റ്റി റൂൾസ് എന്തൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കണ്ടേ? എന്നിട്ട് അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏത് അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതെന്ന് ചോദിക്കാം. പേഴ്സണൽ എന്ന് പറഞ്ഞ സ്റ്റാഫുകളുമായി ബന്ധപ്പെട്ടുള്ള ഒരു പൊതുവായിട്ടുള്ള സേഫ്റ്റി റൂൾസ് എന്തൊക്കെയാണ്? ഇതൊക്കെ നമുക്ക് അറിയാവുന്ന പോയിന്റ്സ് തന്നെയാണ് കേട്ടോ. ഒന്നാമത് നോക്കിയേ എന്താണെന്ന്. ഫസ്റ്റ് നോക്കിയേ ജനറൽ സേഫ്റ്റി റൂൾസിൽ വരുന്നതാണ് കേട്ടോ. റൈറ്റ് വേ ടു ഡു എ ജോബ് ഇൻ ദ ഹോസ്പിറ്റൽ ഇസ് ദ സേഫ് വേ. റൈറ്റ് വേ, ശരിയായ മാർഗത്തിലൂടെ ജോലി ചെയ്യുക. എന്താ? റൈറ്റ് വേ ടു ഡു എ ജോബ്, ശരിയായ മാർഗത്തിലൂടെ ജോലി ചെയ്യുക. എവിടെ? ഇൻ ദ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റലില് ശരിയായ മാർഗത്തിലൂടെ ജോലി ചെയ്യുക. സേഫ് വേ കേട്ടോ, സേഫ് ആയിട്ടുള്ള. അതല്ലേ ഒന്നാമത്തെ കാര്യം ജനറൽ സേഫ്റ്റിയിൽ വരുന്നത്. സുരക്ഷിതമായിട്ടുള്ള മാർഗങ്ങളിലൂടെ, ശരിയായ വേ, ശരിയായ വഴിയിലൂടെ ജോലി ചെയ്യുക. ഇപ്പൊ നേരെ ചെയ്യേണ്ടത് നമ്മള് എന്തെങ്കിലും ഷോർട്ട് കട്ട് ഒക്കെ ചെയ്യുമ്പോഴല്ലേ കൂടുതൽ അപകടം വരുന്നത്. നേരായ രീതിയിൽ ചെയ്ത അപകടം കുറച്ചല്ലേ വരുള്ളൂ അല്ലേ? അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ശരിയായ രീതിയിൽ ജോലി ചെയ്യണം. എന്തൊക്കെയാണ് കറക്റ്റ് നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ടത്? എന്തൊക്കെയാണ് അവിടുത്തെ ഇൻസ്ട്രക്ഷൻസ്? കാര്യങ്ങളൊക്കെ നോക്കി കറക്റ്റ് മാർഗത്തിലൂടെ നമ്മൾ ജോലി ചെയ്യുകയാണെങ്കിൽ നമുക്ക് അപകടങ്ങളൊക്കെ ഒഴിവാക്കാൻ പറ്റും. അതാണ് ഒന്നാമത്തെ പോയിന്റ്. റൈറ്റ് വേ to do a job in the hospital. ഹോസ്പിറ്റലിൽ എങ്ങനെ? ശരിയായ മാർഗത്തിലൂടെ, ശരിയായ വേ, വഴിയിലൂടെ, സേഫ് ആയിട്ടുള്ള വഴിയിലൂടെ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുക. രണ്ടാമത്തെ നോക്കിയേ, നോ യുവർ ജോബ് അബ്സല്യൂട്ട്ലി. നമ്മുടെ ജോലി എന്താണെന്നുള്ളത് നമ്മൾ മുഴുവനായിട്ട് നമ്മൾ മനസ്സിലാക്കണം അല്ലെ? ഇപ്പൊ എനിക്കൊരു പൊസിഷനിൽ എന്നെ ഇരുത്തി കഴിഞ്ഞാൽ എന്താണ് എന്റെ ജോലി, ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ അറിയണ്ടേ? എനിക്ക് അറിയില്ലാത്തവരടുത്ത് കൊണ്ടുവന്ന് ഞാൻ എന്തെങ്കിലുമൊക്കെ കാണിച്ചു വെച്ചാൽ എനിക്ക് വല്ല അപകടങ്ങൾ പറ്റാം. പ്രത്യേകിച്ച് ഇലക്ട്രിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങള് എനിക്ക് അറിയില്ലാത്തതിലേക്ക് ഈ ഫീൽസ് എവിടെ കുത്തേണ്ടത്, ആ വയർ എങ്ങോട്ടാ പോണ്ടത്, അല്ലെങ്കിൽ അത് എങ്ങോട്ടാ വന്നത്, ഇതൊന്നും എനിക്ക് അറിയില്ല. എനിക്ക് ശരിക്കും എന്താ എന്റെ ജോലി എന്താന്ന് കറക്റ്റ് അറിയാതെ വരുമ്പോ ഞാൻ ഗസ് ചെയ്തിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോ അപകടങ്ങൾ വരാം. അതാണ് രണ്ടാമത്തെ ഒരു കാര്യം. എന്താ? നമ്മുടെ ജോലി പൂർണ്ണമായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ നമുക്ക് അപകടങ്ങൾ ഒഴിവാക്കാലോ. എന്ത് ജോലിയാണ്, ഞാൻ എന്താണ് ചെയ്യുന്നത്, ഞാൻ എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇതിനെ കുറിച്ചൊക്കെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. രണ്ടാമത്തെ പോയിന്റ് എന്താ? നോ യുവർ ജോബ് അബ്സല്യൂട്ട്ലി. മൂന്നാമത്തെ നോക്കിയേ, whenever there is doubt. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? do not indulge in this work. നമ്മൾ ഇതിന് വഴങ്ങരുത്. indulge എന്ന് പറഞ്ഞാൽ വഴങ്ങുക. ഒരു this വർക്കിന് വഴങ്ങരുത്. Ask the supervisor. മൂന്നാമത്തെ പോയിന്റ് ആട്ടോ. ഇനി ഞാൻ ജോലി ചെയ്ത്, ഞാൻ പുതിയതായിരുന്നു, പുതിയ അപ്പോയിന്റ്മെന്റ് ആണ്, ഞാൻ ജോലി ചെയ്തോണ്ടിരിക്കുമ്പോ എനിക്ക് എന്തെങ്കിലും സംശയം വരികയാണെങ്കിൽ ഇത് എങ്ങനെയായിരിക്കും ചെയ്യാന്ന് ഞാൻ ഊഹിച്ച് ചെയ്യാൻ പറ്റും. അപ്പോഴാണ് എനിക്ക് അപകടം വരുന്നത്. എനിക്കിപ്പോ ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ സൂപ്പർവൈസറിനോട്, അല്ലെ, എന്റെ സൂപ്പർവൈസർ ആരാണ്, അദ്ദേഹത്തോട് ചോദിച്ച് ക്ലിയർ ചെയ്തിട്ട് ചെയ്യണം. തേർഡ് പോയിന്റ് ഓക്കെ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ദിസ് വർക്കിന് വഴങ്ങരുത്, സൂപ്പർവൈസറിനോട് ചോദിക്കണം. ചോദിച്ച് മനസ്സിലാക്കി കൃത്യമായിട്ട് ചെയ്യാം. ഓക്കെ.
അടുത്ത നോക്കിയാൽ നെവർ ഹാൻഡിൽ ഓർ ഓപ്പറേറ്റ് മിഷനറി ടൂൾസ് വിത്തൗട്ട് ഓതറൈസേഷൻ. കണ്ടോ, അടുത്തത് എന്താ പറഞ്ഞേക്കണേ? മിഷനറി ടൂൾസ്, എക്യുപ്മെന്റ്സ്, മെഷീൻസ് ഒക്കെ നമ്മൾ അനുമതി ഇല്ലാതെ ഹാൻഡിൽ ചെയ്യരുത്, അല്ലെങ്കിൽ അത് പ്രവർത്തിപ്പിക്കരുത്. ഞാൻ എങ്ങോട്ടേക്ക് പോവുക, അപ്പൊ ഒരു മെഷീൻ അവിടെ ഇരിക്കണുണ്ടോ, ഞാൻ വെറുതെ അതൊന്ന് ഓപ്പറേറ്റ് ചെയ്യാന്ന് പറഞ്ഞ് എനിക്ക് അറിയില്ലാത്ത സാധനമൊക്കെ എനിക്കൊരു അത് ചെയ്തോളാനുള്ള ഒരു പെർമിഷൻ ഇല്ല, ഞാനത് വെറുതെ ഒന്ന് ചെയ്ത് നോക്കാന്ന് വിചാരിച്ചൊക്കെ അങ്ങനെയൊക്കെ ചെയ്യുമ്പോ നമുക്ക് അപകടം വരും അല്ലേ? എന്നാൽ നമുക്കത് ചെയ്യാനുള്ള അനുമതി ഇല്ലാതെ നമ്മൾ മിഷനറി ടൂൾസ്, എക്യുപ്മെന്റ്സ് ഹാൻഡിൽ ചെയ്യാനോ അത് പ്രവർത്തിപ്പിക്കാനോ പാടില്ല, കൈകാര്യം ചെയ്യാനോ പ്രവർത്തിക്കാനോ പാടില്ല. അതാണ് അടുത്ത വന്നത് ജനറൽ സേഫ്റ്റി റൂൾസിൽ. നെവർ ഹാൻഡിൽ ഓർ ഓപ്പറേറ്റ് മിഷനറി ടൂൾസ്, എക്യുപ്മെന്റ്സ് വിത്തൗട്ട് ഓതറൈസേഷൻ. അനുമതി ഇല്ലാതെ മിഷനറി ടൂൾസ്, എക്യുപ്മെന്റ്സ് ഒക്കെ കൈകാര്യം ചെയ്യാനോ പ്രവർത്തിപ്പിക്കാനോ പാടില്ല. പേജ് നമ്പർ എത്രയാവുന്ന ഇട്ട് കൊടുത്തേ? 73. ശ്രീലക്ഷ്മി ദൃശ്യക്ക് ഇട്ടുതന്നല്ലോ കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ. ഇനി നോക്കിയേ അടുത്തത്. വിജിലന്റ് ആൻഡ് ഒബ്സർവ് ഈഗർലി. നമ്മളെപ്പോഴും വിജിലന്റ് ആയിട്ടിരിക്കുക. വിജിലന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ജാഗ്രതയായിട്ടിരിക്കുക. നമ്മൾ ചെയ്യുമ്പോഴൊക്കെ ശ്രദ്ധിച്ച് നല്ല ജാഗ്രതയായിട്ടിരിക്കുക. ആൻഡ് ഒബ്സർവ് ഈഗർലി, എന്തായിട്ട് ആകാംക്ഷയോട് കൂടി അത് ഒബ്സർവ് ചെയ്യുക. ഈഗർലി എന്ന് വെച്ചാൽ ആകാംക്ഷയോട് കൂടി നമ്മൾ നല്ല ജാഗ്രതയോട് കൂടി ഇരിക്കുക അല്ലെ? അപ്പൊ നമുക്ക് പല അപകടങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. നമ്മൾ ശ്രദ്ധിച്ച് നമ്മൾ ശ്രദ്ധയോടുകൂടി ജാഗ്രതയായിട്ട് ഇരിക്കുക. റിപ്പോർട്ട് ഇൻസ്റ്റന്റ്ലി എനി ഫോൾട്ടി എക്യുപ്മെന്റ്സ്. നോക്കിയേ, ഇനി എന്തെങ്കിലും എക്യുപ്മെന്റ്സ് ഫോൾട്ട് ആണ്, എന്തെങ്കിലും കേടാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും അത് പ്രവർത്തിക്കുന്നത് കറക്റ്റ് അല്ല, അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഉടനടി റിപ്പോർട്ട് ചെയ്യണം. റിപ്പോർട്ട് ഇൻസ്റ്റന്റ്ലി, തൽക്ഷണം റിപ്പോർട്ട് ചെയ്യണം. എനി ഫോൾട്ടി എക്യുപ്മെന്റ്സ്, എന്തെങ്കിലും തെറ്റായിട്ടുള്ള എക്യുപ്മെന്റ്സ് ഉണ്ടെങ്കിൽ ഉടനടി നമ്മൾ എന്ത് ചെയ്യണം? അവിടെ റിപ്പോർട്ട് ചെയ്യണം അല്ലെ? തെറ്റായിട്ടുള്ള മെഷീൻ വെച്ച് പ്രവർത്തിപ്പിക്കാൻ പറ്റും, അപ്പോഴാണ് നമുക്ക് അപകടങ്ങൾ വരണേ. നമ്മളത് എടുക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മളത് പ്രവർത്തിപ്പിക്കുമ്പോഴോ എന്തെങ്കിലും ഒരു ഫോൾട്ട് പോലെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മുടെ ശ്രദ്ധയിൽ പെടുകയാണെങ്കിൽ നമ്മൾ ഉടനെ തന്നെ അത് റിപ്പോർട്ട് ചെയ്യണം. അപ്പൊ വേഗം അത് നന്നാക്കി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അല്ലേ? അടുത്ത് നോക്കിയേ, ഇനി അതിന്റെ കണ്ടിന്യൂസ് ആയിട്ട് ആ പോയിന്റും കൂടി അതിന്റെ കൂടെ ചേർക്കാം കേട്ടോ. ഓക്കെ, റിപ്പോർട്ട് ഇൻസ്റ്റന്റ്ലി എനി ഫോൾട്ടി എക്യുപ്മെന്റ്. തെറ്റായിട്ടുള്ള എക്യുപ്മെന്റ്സ് കണ്ടാൽ ഉടനടി റിപ്പോർട്ട് ചെയ്യണം. അൺസേഫ് കണ്ടീഷൻ, സുരക്ഷിതമല്ലാത്ത സാഹചര്യങ്ങൾ അത് റിപ്പോർട്ട് ചെയ്യണം. എന്തെങ്കിലും അൺസേഫ് ആയിട്ടുള്ള കണ്ടീഷൻസ് കണ്ടു കഴിഞ്ഞാൽ റിപ്പോർട്ട് ചെയ്യാം. ഓർ ആക്ട്, എന്തെങ്കിലും പ്രവൃത്തികള്. ഡിഫക്റ്റീവ് ഓർ ബ്രോക്കൺ എക്യുപ്മെന്റ്. ഡിഫക്റ്റീവ് എന്ന് വെച്ചാൽ തെറ്റായിട്ട് പ്രവർത്തിക്കുന്ന, തെറ്റായി പ്രവർത്തിക്കുന്ന ഡിഫക്റ്റീവ്. ഓർ ബ്രോക്കൺ, ബ്രോക്കൺ എന്ന് വെച്ചാൽ പൊട്ടിപ്പോയ അല്ലെ, പൊട്ടിയ എക്യുപ്മെന്റ്സ്, തെറ്റായി പ്രവർത്തിക്കുന്ന എക്യുപ്മെന്റ്സ്, എന്തെങ്കിലും അൺസേഫ് ആയിട്ടുള്ള കണ്ടീഷൻസ്, എന്തെങ്കിലും പ്രവൃത്തികള്, ഫോൾട്ട് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ റിപ്പോർട്ട് ചെയ്യുക. ആ 2 പോയിന്റ് കൂടി ഒറ്റ പോയിന്റ് ആക്കി പറഞ്ഞാൽ മതി കേട്ടോ. റിപ്പോർട്ട് ഇൻസ്റ്റന്റ്ലി എനി ഫോൾട്ടി എക്യുപ്മെന്റ്സ്, അൺസേഫ് ഫോം ഇട്ടിട്ട് പറഞ്ഞു. അൺസേഫ് കണ്ടീഷൻ ഓർ ആക്ട്, ഡിഫക്റ്റീവ് ഓർ ബ്രോക്കൺ എക്യുപ്മെന്റ്. ഇതെല്ലാം കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം പറഞ്ഞേക്കണേ? നമ്മൾ ഉടനടി തന്നെ റിപ്പോർട്ട് ചെയ്യണം. അപ്പൊ അവര് റിപ്പോർട്ട് ചെയ്യുമ്പോൾ വേഗം മെയിൻ്റെനൻസ് കാര്യങ്ങൾ ചെയ്ത് അത് ഓക്കെ ആക്കി തരും. അതിനുശേഷം നമ്മൾ അത് പ്രവർത്തിപ്പിക്കാൻ പാടുള്ളൂ. അല്ലാതെ തെറ്റായിട്ടുള്ള എന്തെങ്കിലും ഫോൾട്ടുള്ള എക്യുപ്മെന്റ്സ് ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് വലിയ അപകടം വരാം. അടുത്ത നോക്കിയേ, ടു ബി physically and emotionally fit for your work by maintaining and proper diet. To be physically and emotionally fit your work. നമ്മൾ ഫിസിക്കലി ഇമോഷണലി നമ്മൾ ഫിറ്റ് ആയിരിക്കണം അല്ലെ? നമ്മുടെ ജോലിക്ക് ഫിറ്റ് ആയിരിക്കണം. എങ്ങനെ ഫിറ്റ് ആവാൻ പറ്റും? ബൈ മെയിൻറ്റെയിനിങ് ഗുഡ് ഹെൽത്ത്, നല്ല ആരോഗ്യം നിലനിർത്തിക്കൊണ്ട്, പ്രോപ്പർ ആയിട്ടുള്ള ഡയറ്റ് നിലനിർത്തിക്കൊണ്ട് നമ്മുടെ ആ ജോലിക്ക് ഫിസിക്കലി ഇമോഷണലി അല്ലെ, മെന്റലി ഫിസിക്കലി ഒക്കെ നമ്മൾ ഫിറ്റ് ആയിട്ടിരിക്കണം.
അപ്പൊ ഞാൻ രാവിലെ ഒന്നും കഴിച്ചില്ല, ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചില്ല, എനിക്ക് ഭയങ്കര ക്ഷീണാണ്, ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചില്ല, ഞാൻ ഇന്നിപ്പോ രാവിലെ ഈ നേരം വരെയായിട്ട് ഒന്നും കഴിച്ചില്ല അല്ലെ. അപ്പൊ എന്നിട്ട് ഞാൻ ഇവിടെ ക്ലാസ് എടുക്കാൻ വരികയാണെങ്കിൽ എന്റെ ഹെൽത്ത് അത്ര ഓക്കെ ആവില്ലല്ലോ അല്ലെ. നമ്മുടെ ആ ഒരു ഹെൽത്ത് ഓക്കെ അല്ലെങ്കിൽ എനിക്ക് ഇത്രയും സൗകര്യ അല്ലെങ്കിൽ ഇതുപോലെ എനിക്ക് ഇവിടെ ക്ലാസ് എടുക്കാൻ പറ്റുമോ? നമ്മൾ എങ്ങനെ പിന്നെ അതുപോലെ വീട്ടിൽ നിന്ന് വഴക്കായിരുന്നു, ഞാൻ വഴക്കൊക്കെ ആയിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. അപ്പൊ എന്റെ ഇമോഷണലി ഞാൻ അത്ര എനിക്കൊരു ഇതായിരിക്കും അല്ലേ. അപ്പൊ അങ്ങനെ വരുമ്പോഴും നമ്മുടെ വർക്ക് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുമോ? നമ്മളൊരു മെന്റലി നമ്മളൊരു ഇതാണെങ്കിൽ രണ്ട് കാര്യങ്ങളും ഇമ്പോർട്ടന്റ് ആണ് അവിടെ. ഫിസിക്കലി ഇമോഷണലി ഫിറ്റ് ആയിരിക്കണം നമ്മള്. എങ്ങനെ? നല്ല ഹെൽത്ത് അല്ലെ, നല്ലൊരു ഹെൽത്ത് നിലനിർത്തിക്കൊണ്ട് പ്രോപ്പർ ആയിട്ടുള്ള ഡയറ്റ് നിലനിർത്തിക്കൊണ്ട്. ഭക്ഷണം കഴിക്കാതെ വന്നാൽ നിങ്ങൾക്ക് ക്ഷീണം ഉണ്ടാവില്ലേ? നിങ്ങളാണെങ്കിൽ ക്ലാസ്സിൽ ഒന്നും കഴിക്കാതെ ഇരിക്കുമ്പോ നമുക്കത് ശരിക്കും അത് ശ്രദ്ധിക്കാൻ പറ്റില്ല അല്ലെ. നമുക്കൊരു നല്ലൊരു ആരോഗ്യം വേണം, ഇത് ചെയ്യാൻ നല്ലൊരു ഹെൽത്ത് വേണം, നല്ലൊരു ആരോഗ്യം, പ്രോപ്പർ ആയിട്ടുള്ള ഡയറ്റ്, ഇത് നിലനിർത്തിക്കൊണ്ട് നമ്മള് ഫിറ്റ് ആയിട്ടിരിക്കുക, ഫിസിക്കലി ഇമോഷണലി ഫിറ്റ് ആവുക. അടുത്ത നോക്കി, റിഫ്രൈൻ ഫ്രം ആൽക്കഹോളിക് ഡ്രിങ്ക്സ്. ആൽക്കഹോളിക് ഡ്രിങ്ക്സിൽ നിന്ന് വിട്ടു നിൽക്കുക. റിഫ്രൈൻ എന്ന് പറഞ്ഞാൽ വിട്ടു നിൽക്കുക. ഡ്രിങ്ക്സ് ഒക്കെ കഴിച്ചുകൊണ്ട് എന്തെങ്കിലും ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാല് നമുക്കത് പ്രോപ്പർ നല്ല ഇതായിട്ട് ചെയ്യാൻ പറ്റുമോ? അപകടം ഉണ്ടാവില്ലേ അല്ലേ? ഡ്രിങ്ക്സ് ഒക്കെ ആൽക്കഹോളൊക്കെ നമ്മുടെ ബ്രെയിനിലൊക്കെ പെട്ടെന്ന് ഇതാവും അല്ലേ. നമുക്കിവിടെ ആ നേരെ നിൽക്കാനുള്ള ഒരു കോൺഷ്യസ് തന്നെ പോകും. അപ്പൊ നമ്മള് എന്തെങ്കിലും അങ്ങനെയൊക്കെ അപകടങ്ങൾ വരൂലേ. ഇപ്പൊ ഒരു ഡ്രൈവറാണ് കഴിച്ചോണ്ട് വണ്ടി ഓടിച്ചാൽ എന്തായിരിക്കും സ്ഥിതി? ബോധം ഉണ്ടാവില്ല അല്ലെ. എപ്പ വണ്ടി ഇടിച്ചു എന്ന് വെച്ചാൽ മതി അല്ലെ. അങ്ങനെ അപകടങ്ങൾ വരാം. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്താ പറയാ, അതിനൊക്കെ നമ്മൾ വിട്ടു നിൽക്കണം, മാറി നിൽക്കണം. ഇത് ജനറൽ സേഫ്റ്റിയിൽ തന്നെയാണ് കേട്ടോ. റിഫ്രൈൻ ഫ്രം ആൽക്കഹോളിക് ഡ്രിങ്ക്സ്. ആൽക്കഹോളിക് ഡ്രിങ്ക്സിൽ നിന്ന് വിട്ടു നിൽക്കുക. അടുത്ത് നോക്കിയേ, പേഴ്സണൽ ഹൈജീൻ ഈസ് ഇമ്പോർട്ടന്റ്. പേഴ്സണൽ ഹൈജീൻ വളരെയധികം പ്രാധാന്യമുണ്ട്. പേഴ്സണൽ ഹൈജീൻ ഈസ് ഇമ്പോർട്ടന്റ്. എന്താ പേഴ്സണൽ ഹൈജീൻ ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത്? പേഴ്സണൽ ഹൈജീൻ ഈസ് ഇമ്പോർട്ടന്റ് അല്ലെ. വ്യക്തിപരമായിട്ടുള്ള ശുചിത്വം ഒരു ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ രാവിലെ എണീറ്റു അല്ലെ, നമ്മളൊന്ന് കുളിച്ച് കഴിയുമ്പോ തന്നെ നമ്മള് ഫ്രഷ് ആയില്ലേ. വ്യക്തിപരമായിട്ടുള്ള ശുചിത്വം അല്ലെ, കുളിച്ച് നല്ല ഡ്രസ്സ് ഇട്ടു, നമ്മൾ അലക്കി വെച്ചിരുന്ന ഡ്രസ്സ് ഇട്ടു, അപ്പൊ തന്നെ നമ്മളൊരു എന്താ പറയാ, നമുക്കൊരു പോസിറ്റീവ് ഇതാണ് അല്ലെ, നമുക്കൊരു ഹെൽത്തിയാണ്. നമുക്ക് അതെന്തിനും അതെ, നമ്മുടെ പേഴ്സണൽ ഹൈജീൻ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. വാഷ് യുവർ ഹാൻഡ്സ് ഫ്രീക്വന്റ്ലി. ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ കൈകള് കഴുകുക. അടുത്ത നോക്കിയാൽ, റിപ്പോർട്ട് ടു ദ ഡോക്ടർ whenever you are ill with the infection instantly and stay at home. Report to the doctor. Report to the doctor. എന്ത് ചെയ്യണം? ഡോക്ടറോട് റിപ്പോർട്ട് ചെയ്യണം. എങ്ങനെ? whenever you are ill അല്ലെ. നമുക്കൊരു രോഗമൊക്കെ വരികയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഇൻഫെക്ഷൻ ഒക്കെ വരികയാണെങ്കിൽ ഉടനടി തന്നെ നമ്മള് ഡോക്ടറെ കാണണം. എന്നിട്ട് നമുക്കത് റെസ്റ്റ് എടുക്കേണ്ടതാണെങ്കിൽ അല്ലെ, വീട്ടിൽ തന്നെ നിന്ന് സ്റ്റേ ചെയ്യുക. സ്റ്റേ അറ്റ് ഹോം. വീട്ടിൽ സ്റ്റേ ചെയ്തിട്ട് നമ്മള് എന്താ പറയാ, അത് ഓക്കെ ആയതിനു ശേഷം അതിട്ട് ആ ജോലിയിലേക്ക് എന്താ പറയാ, പ്രവേശിക്കുക. നമുക്ക് എന്തെങ്കിലും അങ്ങനെ ഇതുപോലെ അസുഖങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ജോലി ചെയ്യുമ്പോൾ നമുക്കത് കറക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല അല്ലെ, നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റൂല. അല്ലെങ്കിൽ ഫിസിക്കലി നമ്മൾ ഓക്കെ അല്ലെങ്കിൽ നമുക്ക് അതിനുള്ള ഒരു ഹെൽത്ത് ഇല്ലെങ്കിൽ അല്ല അസുഖമൊക്കെ ആണെങ്കിൽ നമുക്ക് പ്രോപ്പർ ആയിട്ട് ചെയ്യാൻ പറ്റൂല. അങ്ങനെ ചെയ്യുമ്പോൾ ചിലപ്പോൾ അപകടങ്ങൾ വരാം. അതാണ്, നമുക്ക് എന്തെങ്കിലും അസുഖങ്ങളോ ഇൻഫെക്ഷനോ വരികയാണെങ്കിൽ ഉടനടി തന്നെ ഡോക്ടറെ കാണുക, എന്നിട്ട് വീട്ടിൽ റെസ്റ്റ് ചെയ്യുക. അത്രയും ആ ഒരു പേജ് കേട്ടോ. ഇതിനകത്തൊന്ന് നിങ്ങൾ അത് പോയിന്റ്സ് 1-2 പ്രാവശ്യം വായിച്ചു വെക്കുക. ജനറൽ സേഫ്റ്റി റൂൾസിൽ വന്നത് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം കേട്ടോ. അതൊന്ന് രണ്ടാമത്തെ പോയിന്റ് ഒന്ന് വേണമെങ്കിൽ അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ. whenever there is doubt, do not indulge in this work. Ask the ആരോട് ചോദിക്കണം എന്ന് അവിടെ പറഞ്ഞേക്കണേ? സൂപ്പർവൈസർ. അണ്ടർലൈൻ ചെയ്തിട്ട്. പിന്നെ ആ പോയിന്റും കൂടി അത് ഓൾറെഡി അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്, അതും കൂടി നോക്കുക. ടു ബി ഫിസിക്കലി ആൻഡ് ഇമോഷണലി ഫിറ്റ് ഓഫ് യുവർ വർക്ക് എന്ത് ചെയ്യണം? നമ്മളെങ്ങനെ മെയിൻറ്റെയിനിങ് ഗുഡ് ഹെൽത്ത് ആൻഡ് പ്രോപ്പർ ഡയറ്റ്. നല്ലൊരു ഹെൽത്ത് പ്രോപ്പർ ഡയറ്റ് നിലനിർത്തിക്കൊണ്ട് നമ്മുടെ ഫിസിക്കലി ഇമോഷണലി നമ്മുടെ ജോലിക്ക് ഫിറ്റ് ആവുക എന്നുള്ളത്.
ആ പോയിന്റ്സിൽ ഏതെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ അല്ലേ? ചെറിയ പോയിന്റ്സ് അല്ലേ? ലാസ്റ്റ് വേണമെങ്കിൽ പെട്ടെന്ന് ഒന്ന് ഓർമ്മിച്ച് പറയാം കേട്ടോ, അത് കഴിഞ്ഞതിന് ശേഷം ഒന്നുകൂടി. ഇനി നോക്കിയാ അടുത്ത പോയിന്റ്, cooperate with the hospital infection control committee by observing procedures already established. കോപ്പറേറ്റ് ചെയ്യുക, സഹകരിക്കുക, ആരുമായിട്ട്? with the hospital infection control committee. ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയുമായിട്ട് കോപ്പറേറ്റ് ചെയ്യുക. cooperate with the hospital infection control committee. എങ്ങനെ? by observing procedures already established. ഇതിനകം സ്ഥാപിച്ചിട്ടുള്ള നമ്മൾ സ്ഥാപിച്ചിട്ടുള്ള പ്രൊസീജിയർ അതനുസരിച്ചിട്ട് തന്നെ ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയുമായിട്ട് കോപ്പറേറ്റ് ചെയ്യുക, സഹകരിക്കുക. അവിടെ ഓൾറെഡി ഉള്ള ആ പ്രൊസീജിയേഴ്സ്, ഇതിനകം സ്ഥാപിച്ചിട്ടുള്ള പ്രൊസീജിയേഴ്സ് നിരീക്ഷിച്ചുകൊണ്ട് തന്നെ ഈ ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയുമായിട്ട് കോപ്പറേറ്റ് ചെയ്യുക. അത്ര അണ്ടർലൈൻ ചെയ്തിട്ടാ മതി. കോപ്പറേറ്റ് വിത്ത് ദ ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി. അടുത്ത് നോക്കി, വിയർ പ്രോപ്പർ യൂണിഫോം ആൻഡ് ക്ലോത്തിങ് ഫോർ യുവർ ജോബ്. അല്ലെ, നമ്മുടെ ജോലി എന്താണ്? ആ ജോലിക്ക് അനുയോജ്യമായിട്ടുള്ള പ്രോപ്പർ യൂണിഫോംസ്, ക്ലോത്തിങ് ധരിക്കണം. അല്ലെ, വിയർ പ്രോപ്പർ യൂണിഫോം ആൻഡ് ക്ലോത്തിങ് ഫോർ യുവർ ജോബ്. ഓരോ ജോലിക്കും ഇല്ലേ അതിൻ്റെതായ യൂണിഫോമും കാര്യങ്ങളും അതിനെ ഫിറ്റ് ആയിട്ടുള്ളത്. ഇനി നമ്മൾ ധരിക്കുന്ന ആ യൂണിഫോം എന്ന് പറയുന്നത് neither too tight nor too loose. അധികം ടൈറ്റ് ആവാൻ പാടില്ല, എന്നാൽ അധികം ലൂസ് ആവാനും പാടില്ല. neither too tight, അധികം ടൈറ്റ് ആയിട്ടിരുന്ന നമുക്ക് അല്ലെ, നമ്മളിടുന്ന ഒരു ഡ്രസ് ഇറുക്കി പിടിച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്ക് മര്യാദയ്ക്ക് ഇതാവാൻ പറ്റുമോ? കംഫർട്ട് അല്ല അല്ലെ നമ്മള്. അതുപോലെ ഒരുപാട് ലൂസ് ആയി കിടന്നാലും നമ്മളൊരു കംഫർട്ട് അല്ല. അപ്പൊ ആ രണ്ട് രീതി പാടില്ല. അധികം ടൈറ്റ് ആവാനോ ലൂസ് ആവാനോ പാടില്ല. നമ്മൾ കംഫർട്ട് ആയിട്ടുള്ള ഓക്കെ ആയിട്ടുള്ള പ്രോപ്പർ യൂണിഫോം തന്നെ ധരിക്കണം. പിന്നെ നോക്കിയേ, not to lose jewelry and high heeled footwear may be dangerous. കണ്ടോ, അടുത്ത് നോക്കിയേ, ജ്വല്ലറി, നമ്മള് കുറെ ആഭരണങ്ങള് ഒരു 10 പവൻ ഇട്ടോണ്ട് ജോലി ചെയ്യാൻ പറ്റുമോ? ഇപ്പൊ ഹോസ്പിറ്റലിലാണെങ്കിൽ നേഴ്സ് സ്റ്റാഫുകളൊക്കെ കുറെ ഓർണമെന്റ്സ് ഇട്ടോണ്ടാണോ? ഇല്ല അല്ലെ, അവർക്ക് ലിമിറ്റഡ് ആണ്. ഒരു മുട്ട് പോലെയുള്ള ഒരു കമ്മല്, ഒരു കുഞ്ഞി മാല, അത്രയൊക്കെ ഇടാൻ പറ്റുള്ളൂ അല്ലെ. അപ്പൊ അങ്ങനെയുള്ളത് നമുക്ക് അപകടങ്ങൾ വരാം. ഇപ്പൊ പ്രത്യേകിച്ച് റേഡിയോളജിയിലോ ഒക്കെ വർക്ക് ചെയ്യുമ്പോഴാണെങ്കിലും നമുക്ക് ഓർണമെന്റ്സ് കാര്യങ്ങളൊന്നും അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല അല്ലെ, അവിടുത്തെ സ്റ്റാഫുകളൊക്കെ ആണെങ്കിലും. അതൊക്കെ നമ്മൾ ഒഴിവാക്കണം. പിന്നെ ഒരു കാര്യം നോക്കിയേ, പാൻറ് അവോയ്ഡ് എന്താ ഹൈ ഹീൽഡ് ഫുട്വെയർ. അല്ലെ, ആരെങ്കിലും ഒക്കെ ഹീലുള്ള ചെരുപ്പിടും അവിടെ? ഹീലുള്ളത് ഇല്ല. അത് നല്ലതല്ല. വെച്ചാൽ നമ്മൾ ഉപ്പൂറ്റി മാത്രം ഇങ്ങനെ പൊങ്ങിയിരിക്കും അല്ലെ. കാല് നമ്മുടെ നല്ല തറനിരപ്പിന് തന്നെ ആയിരിക്കണം. അങ്ങനെയുള്ളത് ഇടുമ്പോഴും നമുക്ക് നടുവേദന ഉണ്ടാവാം, അല്ലാത്ത ഹെൽത്ത് ഇഷ്യൂസും വരാം നമുക്ക്. കാല് എപ്പോഴും നമ്മൾ നല്ല നിരപ്പിലാക്കി. എന്താണ് ഒരു മെസ്സേജും കിട്ടുന്നത്? ഇതില്ല. ഏത് പോയിന്റ് ആണ്? ഏത് പോയിന്റ് പറയാത്തെ? പറഞ്ഞു. ഏതാണ്? ഇതിന് മുന്നേ ഉള്ളതാണോ? അതായത് രണ്ടാമത്തെ പോയിന്റ് ആണ് നമ്മൾ പറഞ്ഞത് ആ പേജില്. ശ്രദ്ധിച്ചില്ലേ? എന്താ പറഞ്ഞേക്കണത്? രണ്ടാമത്തെ പോയിന്റ് നോക്കിയേ. അതിന് മുന്നത്തെയാണോ പറയുന്നേ? റിപ്പോർട്ട് ടു ദ ഡോക്ടർ. അത് പറഞ്ഞല്ലോ ഞാൻ, ഓർക്കല്ലേ? അതായത് നമുക്ക് എന്തെങ്കിലും രോഗങ്ങൾ വരുമോ അല്ലെങ്കിൽ ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഉടനടി തന്നെ ഡോക്ടറെ കാണണം. എന്നിട്ട് എന്ത് ചെയ്യണം? സ്റ്റേ അറ്റ് ഹോം, നമ്മൾ വീട്ടിൽ റെസ്റ്റ് ചെയ്യണം. എന്നിട്ട് അസുഖം മാറിയതിനു ശേഷം നമ്മൾ ജോലിയിലേക്ക് കയറിയാൽ മതി. അല്ലാതെ നമ്മളിപ്പോ ഒരു അസുഖമായിട്ട് നമ്മൾ ജോലി ചെയ്യുമ്പോൾ നമുക്കത് കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റൂല. അപ്പൊ ചിലപ്പോൾ നമുക്ക് എല്ലാ അപകടങ്ങളും വരാം. അതുകൊണ്ടാണ് നമ്മുടെ ഹെൽത്ത് ഓക്കെ അല്ല, നമുക്ക് രോഗങ്ങൾ ഉണ്ടെങ്കിൽ ഡോക്ടറെ കണ്ടിട്ട് നമ്മൾ വീട്ടില് സ്റ്റേ ചെയ്ത് റെസ്റ്റ് എടുക്കുക. ഓക്കെ, പറഞ്ഞായിരുന്നു. ഇനി അടുത്തത് നമ്മൾ പറഞ്ഞത് ഇതാണ്, നമ്മൾ പ്രോപ്പർ യൂണിഫോം ധരിക്കണം. നമ്മള് അതെങ്ങനെയാണെന്ന് പറയുന്നത് നമ്മുടെ ജോലിക്ക് അനുയോജ്യമായിട്ടുള്ള യൂണിഫോം ധരിക്കണം. അധികം ടൈറ്റ് ആവാൻ പാടില്ല, അധികം ലൂസ് ആവാൻ പാടില്ല അല്ലെ. പിന്നെ ജ്വല്ലറി നമ്മൾ ഒഴിവാക്കണം. ഹൈ ഹീൽഡ് ഫുട്വെയർ, ചെരുപ്പുകളും അവിടെ ഒഴിവാക്കണം. അടുത്ത് നോക്കിയേ, വാക്ക് നോട്ട് റൺ.
especially when you are taking delicate breakable articles or instruments. Walk, നടക്കുക, not run, ഓടാൻ പാടില്ല. എന്താ ഓടാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എന്താ നോക്കിയേ, not run, especially when you are taking delicate എന്ന് പറഞ്ഞാൽ എന്താ, സോഫ്റ്റ് ആയിട്ടുള്ള അല്ലെ, അതിലോലമായിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ബ്രേക്കബിൾ പൊട്ടിപ്പോകുന്ന ആർട്ടിക്കിൾസ് ഓർ ഇൻസ്ട്രുമെന്റ്സ് അല്ലെ, എന്തെങ്കിലും ഇങ്ങനെ പൊട്ടിപ്പോകുന്ന രീതിയിലുള്ള ഇൻസ്ട്രുമെന്റ്സ്, അങ്ങനെ അതാ ഉപകരണങ്ങളൊക്കെ എടുത്തുകൊണ്ട് ഓടാൻ പാടില്ല. എന്ത് ചെയ്യണം, നടക്കണം അല്ലെ. അത് വല്ല നമ്മൾ ഓടുമ്പോ തട്ടി വല്ല വീഴുവാണെങ്കിൽ അത് പൊട്ടി നമ്മുടെ മേത്തൊക്കെ വേണമെങ്കിൽ കുത്തിക്കയറാം, ചില്ലിന്റെ വല്ലത്തൊക്കെ ആണെങ്കിൽ അങ്ങനെ നമുക്ക് അപകടങ്ങൾ വരാം. അതാ പറഞ്ഞേക്കുന്നത്. ബ്രേക്കബിൾ ആയിട്ടുള്ള ഡെലിക്കേറ്റ് ലോലമായിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് ആർട്ടിക്കിൾസ് ഓർ ഇൻസ്ട്രുമെന്റ്സ് അത് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഓടരുത്. എന്ത് ചെയ്യണം, നടക്കണം. അടുത്ത നോക്കിയേ, ഇഫ് യു സീ ഫോറിൻ മെറ്റീരിയൽ, use wire, oil spill, etc. on the floor, that may be cause an accident. Okay, ഇനി എന്തെങ്കിലും ഫോറിൻ മെറ്റീരിയൽസ് എന്തെങ്കിലും നമുക്ക് തറയിലേക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ കിടക്കുകയാണെങ്കിലോ, ലൂസ് വയറുകൾ വല്ല ലൂസായി കിടക്കുകയാണെങ്കിലോ, ഓയിൽ സ്പിൽ എന്തെങ്കിലും ഓയിലുകള് അല്ലെ, വെളിച്ചെണ്ണയോ എന്തെങ്കിലുമൊക്കെ നമ്മള് അല്ലെങ്കിൽ എന്തെങ്കിലും ഓയിലോ തറയിലൊക്കെ വീഴുകയാണെങ്കിൽ എന്ത് ചെയ്യണം, എക്സെട്ര ഓൺ ദ ഫ്ലോർ, ദാറ്റ് മേ ബി കോസ് ഓഫ് ആൻ ആക്സിഡന്റ്. അപ്പൊ അതൊക്കെ ആക്സിഡന്റിന് കാരണമാകും. അപ്പൊ അങ്ങനെയുള്ളതൊന്നും തറയിൽ ഇടാൻ പാടില്ല. ചില പിള്ളേരൊക്കെ കളിച്ചിട്ട് കളിസാധനങ്ങളൊക്കെ വെറുതെ തറയിൽ നിരത്തി ഇടും അല്ലേ, പെൻസില് സാധനങ്ങളൊക്കെ. അപ്പൊ നമ്മളൊക്കെ അതിൽ തട്ടി വീണിട്ടുണ്ടാരെങ്കിലൊക്കെ. തറയിൽ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇടാൻ പാടില്ല. അങ്ങനെയുള്ളത് കണ്ടു കഴിഞ്ഞാല് അത് ആക്സിഡന്റിന് കാരണമാകും. അപ്പൊ അങ്ങനെയുള്ളതൊന്നും നമ്മൾ ശ്രദ്ധയില്ലാതെ അതൊന്നും ഇടാൻ പാടില്ല. അടുത്ത് നോക്കിയേ, പ്രാക്ടിക്കൽ ജോക്സ്. ജോക്ക് എന്ന് പറഞ്ഞാൽ തമാശ അല്ലെ, അതായത് നമ്മൾ അതൊരു തമാശയിലൊന്നും ഏർപ്പെടാൻ പാടില്ല. എങ്ങനെയാണെങ്കിൽ ഡു നോട്ട് ഇൻഡൾജ് എന്ന് പറഞ്ഞാൽ വഴങ്ങുക, അത് ചെയ്യാൻ പാടില്ല. ഇൻ പ്രാക്ടിക്കൽ ജോക്സ് ഇൻവോൾവിംഗ് ഫയർ, പറയൂലേ, തീയിൽ കളിക്കാൻ പാടില്ല എന്ന് പറയൂലേ, കുഞ്ഞിലാകുമ്പോ തുടങ്ങി അമ്മയൊക്കെ പറയാല്ലേ, തീ എടുത്ത് കളിക്കരുത്, ഫയറിൽ കളിക്കരുത്, ആസിഡ് എടുത്ത് കളിക്കരുത്, വാട്ടർ വെള്ളത്തിൽ കളിക്കരുത്, compressed air and other potentially hazardous thing. പറഞ്ഞിട്ടുണ്ട്, നമ്മളോടും പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഇങ്ങനെയുള്ള അപകടകരമായിട്ടുള്ള സാധനങ്ങള് അല്ലെ, അപകടകരമായ സാധനങ്ങള് അങ്ങനെയുള്ളതിലൊന്നും തമാശയുടെ രീതിയിൽ കളികളിൽ ഏർപ്പെടാൻ പാടില്ല. ഇതെല്ലാം നമുക്ക് അപകടം വരുത്തും. കുറച്ച് ആസിഡ് എടുത്ത് കളിച്ചു വെക്കുക, ചിലപ്പോ എങ്ങാനും നമ്മുടെ കയ്യിലേക്ക് വീണാൽ പൊള്ളി പോവില്ലേ. തീയിലും അതുപോലെ തന്നെ, കംപ്രസ്ഡ് എയർ അതുപോലെ തന്നെ പൊട്ടൻഷ്യലി ഹസാഡസ് ആയിട്ടുള്ള അപകടകരമായിട്ടുള്ള വസ്തുക്കൾ, അതിലൊന്നും അതൊക്കെ എടുത്ത് നമ്മുടെ കളികളിൽ ഏർപ്പെടാൻ പാടില്ല. അടുത്ത പോയിന്റ് നോക്കിയേ, വാർണിംഗ് ബോർഡുകൾ അല്ലെ. ഓരോ സ്ഥലങ്ങളിലും ഇപ്പൊ നമ്മൾ റേഡിയോളജി പഠിച്ചു, അതായത് വാർണിംഗ് സൈനുകളുടെ കാര്യം പറഞ്ഞില്ലേ അല്ലെ. വാർണിംഗ് ബോർഡുകൾ നമ്മൾ ഓരോ സ്ഥലത്ത് വെക്കുന്നുണ്ട് അല്ലെ. അതെന്തിനാ? പേ അറ്റൻഷൻ ടു ഓൾ വാർണിംഗ് ബോർഡ്സ്. നമ്മള് ഇങ്ങനെ വെക്കുന്ന വാർണിംഗ് ബോർഡുകളിൽ നമ്മൾ ശ്രദ്ധ കൊടുക്കണം. അങ്ങനെ ബോർഡ് വെച്ച് കഴിഞ്ഞാൽ അത് നോക്കാതെ അല്ലെങ്കിൽ അത് വായിക്കാതെ പോകുകയല്ല ചെയ്യണ്ടേ. അത് നമുക്ക് എന്തെങ്കിലും ഒരു മുന്നറിയിപ്പ് തരുന്നതാണ്. അങ്ങോട്ട് പോകാൻ പാടില്ല, അല്ലെങ്കിൽ അത് എടുക്കാൻ പാടില്ല അല്ലെ, അത് അല്ലെങ്കിൽ ഇന്ന ഇതാണ് എന്നൊക്കെ ഉള്ള നമുക്കൊരു മുന്നറിയിപ്പ് തരുന്നതാണ്, നമുക്കൊരു അറ്റൻഷൻ കിട്ടുന്നതാണ്. അപ്പൊ നമ്മൾ എന്താണ്, ആ വാർണിംഗ് ബോർഡുകളിലൊക്കെ ശ്രദ്ധിക്കുക. These signs warn you about the dangerous and hazards that may cause injury or harm. നമുക്ക് മുറിവുണ്ടാകുന്നതോ അല്ലെങ്കിൽ ദോഷകരമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു മുന്നറിയിപ്പാണ് നമുക്ക് ആ സൈൻ തരുന്നത് അല്ലെ. warn you about the dangerous and hazards. അപകടകരമായിട്ടുള്ള അതിദോഷകരമായിട്ടുള്ള എന്തെങ്കിലും മുറിവ് പറ്റാനോ ദോഷകരമായിട്ടുള്ള എന്തെങ്കിലും കുറിച്ചുള്ള ഒരു മുന്നറിയിപ്പ് നൽകുന്നതാണ് വാർണിംഗ് സൈൻസ്. അപ്പൊ നമ്മൾ എല്ലാ വാർണിംഗ് സൈൻസും ശ്രദ്ധിക്കുക. അത് വായിച്ച് നമ്മൾ പോകാൻ പാടില്ല, അത് എടുക്കാൻ പാടില്ല, അങ്ങനെയാണെങ്കിൽ നമ്മളത് വായിച്ച് അത് ചെയ്യാതിരുന്ന പോരെ. അപ്പൊ നമുക്ക് എന്താ പറയാ, വേറെ അപകടങ്ങളൊന്നും പറ്റില്ല. എല്ലാ വാർണിംഗ് സൈൻസും ശ്രദ്ധ കൊടുക്കുക. നെക്സ്റ്റ് പോയിന്റ് നോക്കിയേ, വർക്ക് പ്രൊസീജിയർ നോക്കാം. ബി ഫെമിലിയർ വിത്ത് യുവർ വർക്ക് പ്രൊസീജിയർ ഇൻക്ലൂഡിംഗ് സേഫ് പ്രാക്ടീസസ് അറ്റ് വർക്ക്.
നമ്മുടെ വർക്ക്, നമ്മുടെ ഇപ്പൊ ജോലി എന്താണ്, അതിന്റെ നടപടികൾ എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യണം, നമ്മള് ആ ഒരു ഫെമിലിയർ ആയിരിക്കണം. നമ്മുടെ ആ ഒരു നമ്മുടെ ഏതാണ് ഇൻക്ലൂഡിങ് സേഫ് പ്രാക്ടീസസ് അറ്റ് വർക്ക്, ജോലിയുമായി ബന്ധപ്പെട്ടുള്ള സുരക്ഷാ നടപടികൾ ഉൾപ്പെടെയുള്ള നമ്മള് വർക്ക് പ്രൊസീജിയർ, നമ്മുടെ ജോലി എന്താണ്, അതിന്റെ പ്രൊസീജിയർ നടപടികൾ എന്താണ്, അതിനെ കുറിച്ച് നമ്മൾ ഫെമിലിയർ ആയിരിക്കണം. പിന്നെ നമുക്ക് വേറെ അപകടങ്ങളൊന്നും വരില്ല. അടുത്ത നോക്കിയേ, ഹാൻഡ് റെയിൽസ്. ഓൾവേസ് യൂസ് ഹാൻഡ് റെയിൽസ് ഓൺ സ്റ്റെയർവേ ഓഫ് റാമ്പ്. സ്റ്റെയർവേ, റാമ്പ് എന്ന് പറഞ്ഞാൽ എന്താ, ചെരിഞ്ഞ സ്ഥലമാണ് റാമ്പ് എന്ന് പറയുന്നത്. നമ്മൾ മുകളില് സ്റ്റെയർവേ കയറുമ്പോഴ് നമ്മൾ ഹാൻഡ് റെയിൽസ് യൂസ് ചെയ്യാറുണ്ടോ? നിങ്ങൾ യൂസ് ചെയ്യാറുണ്ടോ? കൈപ്പിടി, കോണിയുടെയൊക്കെ പിടി വെച്ചിട്ടില്ലേ? എന്തിനാ? നമ്മൾ വീഴാതിരിക്കാൻ വേണ്ടിയല്ലേ? ആ ഹാൻഡ് റെയിലിൽ പിടിച്ച് മുകളിലേക്ക് കയറുക. പണ്ട് ഇല്ല എന്നൊക്കെ ഉണ്ടല്ലോ. എന്താണ്, സമയമില്ലാത്തതുകൊണ്ടാണോ? സമയമില്ലാത്തപ്പോ ചിലപ്പോ നമ്മൾ ഒറ്റ ഓട്ടം കൂടി കയറും അല്ലേ? മുകളിലൊക്കെ നമ്മളെ തുണിയിടാനൊക്കെ ഓടിച്ചാടി കയറും. പക്ഷെ നമ്മൾ ഇത് ഹാൻഡ് റെയിലിൽ പിടിച്ച് സേഫ് ആയിട്ട് വേണം കയറാനായിട്ട്. നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് വെച്ചേക്കുന്നത്. അപ്പൊ നമ്മൾ ഹാൻഡ് റെയിൽസ് ഉപയോഗിക്കണം. ഹാൻഡ് റെയിൽസ്, ഓൾവേസ് യൂസ് ഹാൻഡ് റെയിൽസ് ഓർ സ്റ്റെയർവേ ഓഫ് റാംപ്സ്. ചെരിഞ്ഞ സ്ഥലത്ത് കൂടെയോ അല്ലെങ്കിൽ മുകളിലൂടെ നമ്മൾ സ്റ്റെയർവേ കയറുമ്പോഴും ഒക്കെ ആ ഹാൻഡ് റെയിൽസ് ഉപയോഗിക്കണം. അടുത്ത് നോക്കിയേ, ഓവർഹെഡ് ഒബ്ജക്ട്സ്. Overhead objects. When you try to take objects overhead, always use good ladder. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. When you try to take overhead objects, always use a good ladder. ഇനി നമുക്ക് എന്താ, തലയ്ക്ക് മുകളിലുള്ള ഒബ്ജക്ട്സ് അതെന്തെങ്കിലും എടുക്കുമ്പോഴേ നമ്മൾ എന്ത് ചെയ്യണം? Always use a good ladder. എന്താണ് ഒബ്ജക്റ്റ് എന്നാണ് കേട്ടോ. ഓവർഹെഡ് ഒബ്ജക്റ്റ് ആണ്. OBJECTS ഒബ്ജക്ട്സ് എന്നാണ്. ഓവർഹെഡ് ഒബ്ജക്ട്സ്, OBJECTS. ഇനി തലയ്ക്ക് മുകളിലുള്ള വസ്തുക്കള്, ഓവർഹെഡ് ഒബ്ജക്ട്സ്, അത് നമ്മൾ ഇരിക്കുമ്പോൾ എന്ത് ഉപയോഗിക്കണം? ഗുഡ് ലാഡർ, നല്ല ലാഡർ ഉപയോഗിക്കണം. കണ്ടോ? ഡു നോട്ട് ക്ലൈംബ് ഓൺ ചെയർസ്. ചെയർ ആണ് കേട്ടോ അത്. CHAIRS, ചെയർ. നമ്മള് കസേരയുടെ മുകളിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ബോക്സ് പെട്ടിയുടെ മുകളിലോ ഒന്നും കയറി എടുക്കരുതെന്ന്. വീട്ടിലില്ലേ നമ്മൾ മുകളിലുള്ളത് എടുക്കാൻ? ഇപ്പൊ നമ്മള് തെന്നിപ്പോക്കാത്ത 2 സൈഡിലേക്ക് വെക്കുന്ന രീതിയിലുള്ള ലാഡർ ഇല്ലേ ഇപ്പൊ? നമ്മൾ മറയൂല അല്ലെ? നമ്മൾ അടുക്കളയുടെ ഒക്കെ മുകളിലൊക്കെ എടുക്കാനൊക്കെ ഉപയോഗിക്കില്ലേ ലാഡർ? അപ്പൊ നമുക്ക് തലയ്ക്ക് മുകളിലുള്ള ഒബ്ജക്ട്സ്, മുകളിൽ നിന്നൊക്കെ എന്തെങ്കിലും എടുക്കണമെങ്കിലേ നമ്മൾ നല്ല ലാഡർ തന്നെ ഉപയോഗിക്കണം. ചെയറിന്റെ മുകളിൽ വെച്ച കസേരയൊക്കെ തെന്നിപ്പോയൊക്കെ അപകടം പറ്റാം അല്ലെ? ഓർ ബോക്സ് അല്ലെങ്കിൽ പെട്ടിയുടെ മുകളിലൊന്നും കയറി എങ്കിൽ അതിനൊന്നും എടുക്കരുത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് അപകടം പറ്റാം. അത് ജനറൽ സേഫ്റ്റിയിൽ വരുന്നതാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ലാസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ. ബാക്കിയൊക്കെ നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ മതി. പോയിന്റ്സ് 1-2 പ്രാവശ്യം വായിച്ചു നോക്കാം. അപ്പൊ ഓക്കെയാണ്. ഇനി അതിന് ഒന്ന് പെട്ടെന്ന് നോക്കി ഏതെങ്കിലും ഒരു പോയിന്റ് അതിനകത്ത് നിങ്ങൾക്ക് മനസ്സിലാവാത്ത ഉണ്ടോന്ന് നോക്കിയേ. അങ്ങനെയാണെങ്കിൽ അത് മാത്രം പറഞ്ഞാൽ മതിയല്ലോ. അത് പതുക്കെ പറഞ്ഞ പോയത് പെട്ടെന്ന് കേട്ടോ. ഏതെങ്കിലും മനസ്സിലാവാത്ത ഉണ്ടെങ്കിൽ ഇത് പറഞ്ഞിട്ട് നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാം. എളുപ്പമല്ലേ ഈ ചാപ്റ്റർ? എങ്ങനെയുണ്ട്? നല്ല രസമല്ലേ? സിമ്പിൾ ചാപ്റ്റർ അല്ലേ? അതെ, ഇതാ ഏത് ചാപ്റ്റർ ആണെന്നാ? ഇത് 8ാമത്തെ ചാപ്റ്റർ കേട്ടോ. 3rd മൊഡ്യൂളിലെ 8ാമത്തെ ചാപ്റ്റർ. ഫസ്റ്റ് 2nd മൊഡ്യൂൾ കഴിഞ്ഞു, എക്സാമും കഴിഞ്ഞു. ഇത് നമ്മൾ 3rd മൊഡ്യൂളിലെ ഞാൻ എടുക്കുന്ന ആദ്യത്തെ ചാപ്റ്റർ ആണ്. 8ാമത്തെ ചാപ്റ്റർ, സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ഇൻ ദ ഹോസ്പിറ്റൽ. ഓക്കെ അല്ലേ? ഇനി അത് വേറെ പറയൊന്നും വേണ്ടല്ലോ. വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന പോയിന്റ്സ് തന്നെ. ഓക്കെ, പേജ് നമ്പർ ഉണ്ട്. ഇനി നോക്കിയേ, സേഫ്റ്റി ഇൻ പേഷ്യന്റ് കെയർ. സേഫ്റ്റി ഇൻ പേഷ്യന്റ് കെയർ, രോഗി പരിചരണം. ആദ്യത്തെ നമ്മൾ ജനറൽ സേഫ്റ്റിയാ പറഞ്ഞു കേട്ടോ.
ജനറൽ സേഫ്റ്റി റൂൾസ് ആണ് ആദ്യത്തെ പറഞ്ഞത്. ഇനി രണ്ടാമത് നോക്കിയേ, സേഫ്റ്റി ഇൻ പേഷ്യന്റ് കെയർ. രോഗി പരിചരണവുമായി ബന്ധപ്പെട്ട സേഫ്റ്റി സുരക്ഷാ നടപടികൾ എന്തൊക്കെയാണ്? അപ്പൊ പേഷ്യന്റിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് നോക്കാം കേട്ടോ. ഫസ്റ്റ് പോയിന്റ് നോക്കിയാൽ പ്രിവെന്റ് ഫോളിംഗ് ഫ്രം ബെഡ്, ഫീബിൾ, ഡിസോറിയന്റഡ് and patients who are under sedation frequently try to get on or off the bed unaided. നമുക്ക് നോക്കിയേ, പ്രിവെന്റ് ഫോളിംഗ് ഫ്രം ബെഡ്, ബെഡിൽ നിന്ന് വീഴുന്നത് തടയാനായിട്ട്. പിന്നെ നോക്കിയേ, ഫീബിൾ, ഫീബിൾ എന്ന് പറഞ്ഞാൽ ദുർബലരായിട്ടുള്ളവര്, ഫീബിൾ ദുർബലരായിട്ടുള്ള, അധികം ശക്തിയൊന്നും ഇല്ലാത്ത ആളുകള്, ദുർബലരായിട്ടുള്ള. ഡിസോറിയന്റഡ്, ഡിസോറിയന്റഡ് ദിശാബോധമില്ലാത്തത്. അതായത് നമ്മള് എന്താ പറയാ, നമ്മുടെ മെമ്മറി ഒക്കെ കുറച്ച് ഇതായിട്ട് ഇപ്പൊ ഒരു അപകടം പറ്റി പെട്ടെന്ന് നമുക്ക് ഒരു മെമ്മറിക്കൊക്കെ ഒരു ഇത് നഷ്ടപ്പെടാനോ, ഇതാണ് നമുക്ക് അങ്ങനെയുള്ള. ആൻഡ് പേഷ്യൻസ് ഹു ആർ അണ്ടർ സഡേഷൻ, സഡേഷനിലുള്ള പേഷ്യൻസ് അവരെന്ത് ചെയ്യും? frequently try to get on or off the bed unaided. അവര് ഒരു സഹായം ഇല്ലാതെ ബെഡിൽ നിന്ന് എണീക്കാനും ഒക്കെ അവരിങ്ങനെ ശ്രമിക്കും. അവർക്ക് എന്താ പറയാ, ഇപ്പൊ നമ്മളൊരു ശക്തി ഇല്ലാത്ത, ഒരു ഇതില്ലാത്ത പ്രായമായ ആളാണെന്ന് വിചാരിക്കാം. അപ്പൊ അവര് തന്നെ എണീക്കാൻ നോക്കുമ്പോ ചിലപ്പോ വീഴാൻ ചാൻസ് ഇല്ലേ? അല്ലേ, വീഴാൻ ചാൻസ് ഉണ്ട് അവര് തന്നെ ഇരിക്കുമ്പോഴൊക്കെ വേണമെങ്കിൽ. അപ്പൊ അവർ എന്ത് ചെയ്യുക? അങ്ങനെ ബെഡിൽ നിന്ന് വീഴുന്നത് തടയുക. അതാണ് രണ്ട് സൈഡിലും, ബെഡിന്റെ രണ്ട് സൈഡിലും കൈപ്പിടിയൊക്കെ വെച്ചിട്ടില്ലേ, അല്ലെ? അങ്ങനെ. പിന്നെ അതുപോലെ തന്നെ ചില ആളുകള് ഇതുപോലെ ഡിസോറിയന്റഡ്, ഇപ്പൊ വല്ല ആക്സിഡന്റ് പറ്റി, ഇപ്പൊ പെട്ടെന്ന് ആ ഒരു ഷോക്ക് കൊണ്ട് ചിലപ്പോ അവർക്ക് ഓർമ്മ നഷ്ടപ്പെടാം, അല്ലെ? അല്ലെങ്കിൽ സെഡേഷനിൽ കിടക്കുന്ന പേഷ്യൻസ്, അവര് ചിലപ്പോ ഓർമ്മയില്ലാതൊക്കെ ആശുപത്രിയിലാ കിടക്കണേന്നുള്ള ഓർമ്മ പോലും ഉണ്ടാവില്ല. അപ്പൊ ചിലപ്പോ അവര് വേറൊരിടത്താന്നൊക്കെ ഉള്ള രീതിക്ക് തന്നെ എനിക്കൊക്കെ ചെയ്യുമ്പോ ചിലപ്പോ അവര് മറിഞ്ഞു വീഴാം, അല്ലെ? അപ്പൊ അങ്ങനെ അവര് ബെഡിൽ നിന്ന് വീഴുന്നത്, പ്രായമായവരൊക്കെ, അല്ലെ? ശരി. അങ്ങനെയുള്ളവര് ആ ബെഡിൽ നിന്ന് വീഴുന്നത് തടയുക. അതാണ് ഒന്നാമത്തെ പോയിന്റ് കേട്ടോ. പ്രിവെന്റ് ചെയ്യുക, തടയുക. ഫോളിംഗ് ഫ്രം ബെഡ്, ബെഡിൽ നിന്ന് വീഴുന്നത് തടയുക. ഫീബിൾ എന്ന് പറഞ്ഞാൽ ദുർബലരായിട്ടുള്ളവര്, ഡിസോറിയന്റഡ് എന്ന് പറഞ്ഞാൽ ദിശാബോധം ഇല്ലാത്തവര്, അൺകോൺഷ്യസ് ആയിട്ടുള്ള ആളുകള്, സെഡേഷനിൽ ഇരിക്കുന്ന ആളുകള്, ഇവര് ബെഡിൽ നിന്ന് തന്നെ എണീക്കാനും ഒക്കെ തുടങ്ങുമ്പോൾ അവര് സഹായം ഇല്ലാതെ അവരെനിക്കൊക്കെ ചെയ്യുമ്പോൾ അവര് വീഴാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ അവര് വീഴാതെ പ്രിവെന്റ് ചെയ്യുക, ബെഡിന് വീഴാതെ തടയുക. അടുത്ത നോക്കിയേ, ട്രൈ ടു മേക്ക് ദ പേഷ്യന്റ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദേ റിക്വയർ അസിസ്റ്റൻസ്. അതും അതിന്റെ ഒപ്പം ചേർത്ത് പറഞ്ഞു കേട്ടോ. അടുത്ത പോയിന്റ് ആയിട്ട് എഴുതണ്ട. അപ്പൊ അങ്ങനെയുള്ളവർ എന്ത് ചെയ്യണം? നമ്മള് ട്രൈ ടു മേക്ക് ദ പേഷ്യന്റ് അണ്ടർസ്റ്റാൻഡ്, ആ പേഷ്യന്റിനെ മനസ്സിലാക്കണം. ദാറ്റ് ദേ റിക്വയർ അസിസ്റ്റന്റ്, അയ്യോ നിങ്ങൾ തന്നെ എനിക്കല്ലേ, നിങ്ങൾക്ക് സഹായം വേണം, അല്ലെങ്കിൽ നിങ്ങൾ വീഴും എന്നുള്ള കാര്യം അവരെ പറഞ്ഞ് മനസ്സിലാക്കണം. അപ്പൊ നമ്മളെ ഹെൽപ്പോട് കൂടിയാണ് എണീക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ തന്നെ എണീക്കാൻ പറ്റില്ല എന്നുള്ളത്, അവർക്കൊരു അസിസ്റ്റന്റ് ഒരു സഹായം വേണം എന്നുള്ളത് പേഷ്യൻസിനെ മനസ്സിലാക്കിക്കണം. ക്ലിയർ ആയോ നോക്കിയേ? ട്രൈ ടു മേക്ക് ദ പേഷ്യന്റ് അണ്ടർസ്റ്റാൻഡ് that they require assistance. അവർക്ക് അസിസ്റ്റൻസ് ആവശ്യമാണ് എന്നുള്ളത് പേഷ്യൻസിനെ മനസ്സിലാക്കണം. Then അടുത്ത നോക്കിയേ, പേഷ്യൻസ് ബിലോങ്ങിങ് ഷുഡ് ബി കെപ്റ്റ് വിത്തിൻ റീച്ച്. പേഷ്യൻസിന്റെ സാധനങ്ങള് എന്ത് ചെയ്യണം? അപ്പൊ ആ രണ്ട് പോയിന്റ് എന്നുള്ളത് അത് ഒറ്റ പോയിന്റ് ആയിട്ട് പറഞ്ഞാൽ മതി കേട്ടോ. ഫസ്റ്റ് രണ്ട് പോയിന്റ് കൂടി ഒറ്റ പോയിന്റ് ആയിട്ട് പറഞ്ഞാൽ. ഇനി രണ്ടാമത്തെ പോയിന്റ് നോക്കിയേ, പേഷ്യൻസ് ബിലോങ്ങിങ്സ് ഷുഡ് ബി കെപ്റ്റ് വിത്തിൻ റീച്ച്. പേഷ്യൻസിന്റെ സാധനങ്ങൾ എന്ത് ചെയ്യണം? അടുത്ത് തന്നെ വെക്കണം എന്ന്, അല്ലെ? ഇപ്പൊ നമ്മള് പേഷ്യന്റ് ഇവിടെ കിടക്കാണ്, തന്നെ ഇരിക്കാൻ പറ്റില്ലാത്തവരാണ്, അവർക്ക് എന്തെങ്കിലും എടുക്കണം, ആ ടേബിള് ദൂരെയാണെങ്കിൽ ചിലപ്പോ അവരിങ്ങനെ കൈ എത്തിച്ചെടുക്കാൻ ശ്രമിക്കാം, അല്ലെ? അങ്ങനെ വരുമ്പോ ചിലപ്പോ വേണമെങ്കിൽ അവർ വീഴാലോ. അതുകൊണ്ട് എന്താണ്, പേഷ്യൻസിന്റെ സാധനങ്ങള് കൈയെത്തുന്ന ദൂരത്ത് തന്നെ വെക്കണം. അത് സേഫ്റ്റിക്ക് വേണ്ടിയാണ്, പേഷ്യൻസിന്റെ സേഫ്റ്റിക്ക് വേണ്ടി പറയുന്ന കാര്യമാണ്. അപ്പൊ അവർക്ക് അവിടെ നിന്ന് തന്നെ കൈയെത്തി തന്നെ നമുക്ക് എടുക്കാം, അല്ലെ? ദൂരെയൊക്കെ കൊണ്ടുവച്ചാൽ ചിലപ്പോ അവരെടുക്കാനായിട്ട് ഏങ്ങി വരിഞ്ഞൊക്കെ നിൽക്കുമ്പോഴും ചിലപ്പോ അവര് വീഴാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് പേഷ്യൻസ് ബിലോങ്ങിങ് ഷുഡ് ബി കെപ്റ്റ് വിത്തിൻ റീച്ച്.
അടുത്ത് തന്നെ വെക്കുക. പേഷ്യൻസിന്റെ സാധനങ്ങൾ അടുത്ത് തന്നെ അവരുടെ കയ്യെത്തുന്ന ദൂരത്ത് വെക്കുക. അടുത്ത നോക്കിയേ, ആസ്ക് ദ പേഷ്യന്റ് ടു യൂസ് നേഴ്സസ് കോൾ ബെൽ ടു ഹാവ് എ ബെഡ് പാൻ ഓർ യൂറിനൽ. ഇനി പേഷ്യൻസിനോട് എന്ത് പറയണം? നേഴ്സസ് കോൾ ബെൽ, നേഴ്സിന് വിളിക്കാൻ വേണ്ടി ഒരു ബെല്ലില്ലേ? അല്ലെ, പേഷ്യൻസ് ഒക്കെ ഇരിക്കുമ്പോൾ ഒറ്റയ്ക്കാണെങ്കിലും ഒക്കെ നമുക്ക് എന്താ ഒരു ബെഡ് പാൻ അല്ലെങ്കിൽ യൂറിൻ പാസ് ചെയ്യണം. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താണ്, പേഷ്യൻസിനെ തന്നെ വിളിക്കാനായിട്ട് നേഴ്സസ് കോൾ ബെൽ ഉണ്ട് അല്ലെ? അവരുടെ ബെഡിന്റെ മുകളിലായിട്ട് ഒരു ബെല്ല്, ആ ബെല്ലിൽ പ്രസ് ചെയ്താൽ നേഴ്സ് അപ്പൊ തന്നെ വന്നോളൂ. അത് ഉപയോഗിക്കാനായിട്ട് പറയണം. ബെഡ് പാൻ എന്ന് പറഞ്ഞാൽ യൂറിന് ഒക്കെ കളക്ട് ചെയ്യുന്ന പാത്രം ഇല്ലേ, അതെടുക്കാനോ അല്ലെങ്കിൽ യൂറിനൽ അതിനൊക്കെ ആയിട്ട് പേഷ്യൻസിന് ഈ നേഴ്സിനെ വിളിക്കാനായിട്ട് എന്ത് ചെയ്യണം? ഈ നേഴ്സസ് കോൾ ബെല്ല് യൂസ് ചെയ്യണം. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചോ. Ask the patient to use a dash to have a bed pan or urinal. എന്ത് വെക്കണമെന്നാ പറഞ്ഞത്? നേഴ്സസ് കോൾ ബെൽ, നഴ്സസിനെ വിളിക്കാനുള്ള ബെല്ല് ഉപയോഗിക്കണം. അടുത്ത നോക്കിയ ബെഡ് റെയിൽസ്, ബെഡിന്റെ കൈപ്പിടി. യൂസ് ബെഡ് റെയിൽ ഓൺ ബോത്ത് സൈഡ്സ്. ചെയ്യണം, ബെഡ് റെയില് രണ്ട് സൈഡിൽ വെക്കണം. ബെഡ് റെയിൽ എന്ന് വെച്ചാൽ എന്താ? കൈപ്പിടി. നമ്മൾ ആദ്യം പറഞ്ഞില്ലേ, ഇങ്ങനെയുള്ള ആളുകൾ, അൺകോൺഷ്യസ് ആയിട്ടുള്ള ആളുകളൊക്കെ കിടക്കുമ്പോ അവർ തന്നെ വേണമെങ്കിൽ മറിഞ്ഞൊക്കെ വീഴാം. അപ്പൊ അതുകൊണ്ട് അവർ ബെഡിൽ നിന്ന് മറിഞ്ഞു വീഴാതെ രണ്ട് സൈഡിലും ബെഡിന്റെ കൈപ്പിടി വെക്കണം. യൂസ് ബെഡ് റെയിൽ ഓൺ ബോത്ത് സൈഡ്, രണ്ട് സൈഡിലും ബെഡിന്റെ കൈപ്പിടി വെക്കണം. അടുത്ത നോക്കിയേ, മെഡിക്കേഷൻസ്, മരുന്നുകള്. ഇങ്ങനെയാ, ചെക്ക് ആൻഡ് ഡബിൾ ചെക്ക് മെഡിക്കേഷൻസ്, റിലേറ്റിംഗ് ഇൻസ്ട്രക്ഷൻസ്, ലേബൽ, പേഷ്യൻസ് ഐഡന്റിറ്റി. നിത്യയുടെ മരുന്നുകൾ എങ്ങനെയാ? ചെക്ക് ആൻഡ് ഡബിൾ ചെക്ക്, ചെക്ക് ചെയ്യണം, ഡബിൾ ചെക്ക് ചെയ്യണം പേഷ്യൻസിന്റെ മരുന്നുകള്. ഇൻസ്ട്രക്ഷൻ ചിലപ്പോ ഇങ്ങനെ ഉണ്ടാവും അല്ലെ, 1 വീതം 3 നേരം ആഹാരത്തിന് മുന്നേ, അതൊരു ഇൻസ്ട്രക്ഷൻ അല്ലേ? ആ ടാബ്ലറ്റിന്റെ കവറിൽ എഴുതിയിട്ടുണ്ടാവില്ലേ? ചിലപ്പോ ആഹാരത്തിന് മുന്നാണെങ്കിൽ മുന്നേ തന്നെ കഴിക്കണം. 1 വീതം 2 നേരം എന്നാണെങ്കിൽ 1 വീതം 2 നേരം കഴിക്കണം. 1 നേരം എന്നാണെങ്കിൽ 1 നേരം, ഉച്ചയ്ക്ക് മാത്രം എന്നാണെങ്കിൽ അങ്ങനെ. അപ്പൊ എന്താണോ ആ ഇൻസ്ട്രക്ഷൻ, അതുമായിട്ട് ബന്ധപ്പെട്ട ലേബൽസ്, പേഷ്യൻസിന്റെ ഐഡന്റിറ്റി, അതായത് പേഷ്യന്റിന്റെ പേരുണ്ടാവും അല്ലെ, പേഷ്യന്റിന്റെ പേരും ഉണ്ടാവും. അപ്പൊ അതൊക്കെ അനുസരിച്ച് അതൊക്കെ ചെക്ക് ചെയ്തിട്ട് വേണം മരുന്നുകളൊക്കെ കഴിക്കാനായിട്ട്. മെഡിക്കേഷൻസ് അത് നോക്കിയിട്ട് വേണം. അടുത്ത് നോക്കിയ ലേബലിംഗ്. ലേബൽ ഓൾ ബോട്ടിൽസ് ആൻഡ് കണ്ടെയ്നേഴ്സ്. എല്ലാ ബോട്ടിലും കണ്ടെയ്നറുകളും ലേബൽ ചെയ്യണം. അതുപോലെ കുപ്പിയിലും അങ്ങനെ എഴുതാലോ അല്ലെ, ബോട്ടിലും എഴുതാം എത്ര വീതമാണ് കഴിക്കേണ്ടത്, ഏത് 1 ടീസ്പൂൺ ആണോ 2 ടീസ്പൂൺ ആണോ എന്താണെന്നുള്ളത്. അത് ഓരോന്നും ലേബൽ ചെയ്ത് വെക്കാം. ബോട്ടിൽസും കണ്ടെയ്നേഴ്സും ഒക്കെ ലേബൽ ചെയ്യുക. അടുത്ത നോക്കിയേ, കീപ് മെഡിസിൻ സപ്ലൈ ലോക്ക്ഡ്. മെഡിസിൻസ് ഒക്കെ ലോക്ക് ചെയ്യണം, ലോക്ക് ചെയ്ത് വെക്കണം, അതായത് സെക്യൂർ ചെയ്ത് വെക്കണം. ഇതുപോലെ ഓർമ്മ കുറവുള്ള ആളുകളാണ്, ചിലപ്പോ മരുന്ന് 1 പ്രാവശ്യം എടുത്ത് കഴിച്ചിട്ടുണ്ടാവും, അത് ചിലപ്പോ കുറച്ച് കഴിയുമ്പോൾ കഴിച്ചില്ല എന്ന് പറഞ്ഞ് വേണമെങ്കിൽ ഒരു ഗുളിക കൂടി എടുത്ത് കഴിക്കാവില്ല അല്ലെ? അങ്ങനെ ഓർമ്മ കുറവില്ല ഉള്ളവരൊക്കെ അങ്ങനെ ചെയ്യൂലേ? ചിലപ്പോ കഴിച്ചതായിരിക്കും, അയ്യോ മരുന്ന് കഴിച്ചില്ല എന്ന് പറഞ്ഞ് വീണ്ടും വേണമെങ്കിൽ എടുത്ത് കഴിക്കാം. അപ്പൊ അത് അവർക്ക് പേഷ്യൻസിന് എടുക്കാവുന്ന രീതിയിൽ വെക്കരുതെന്ന്. ഈ മെഡിസിൻസ് ഒക്കെ ലോക്ക് ചെയ്ത് വെക്കണം. അതായത് നമ്മൾ എടുത്തു കൊടുക്കേണ്ട പേഷ്യൻസ് ആണ്. അങ്ങനെ ഓർമ്മക്കുറവുള്ളവർക്കൊക്കെ നമ്മളല്ലേ അത് എടുത്തു കൊടുക്കേണ്ടത്. കൂടെ നിൽക്കുന്നവര് തന്നെ അതൊക്കെ ഹാൻഡിൽ ചെയ്യണം. അപ്പൊ അവര് എടുക്കാത്ത രീതിയിൽ അത് സെക്യൂർ ചെയ്ത് വെക്കണം. മനസ്സിലായോ? കീപ് ദ മെഡിസിൻ സപ്ലൈ ലോക്ക്ഡ്. മെഡിസിൻസ് ഒക്കെ സെക്യൂർ ചെയ്ത് വെക്കണം. മെഡിസിൻസ് സെക്യൂർ ചെയ്ത് വെക്കണം. കീപ് ദ മെഡിസിൻ സപ്ലൈ ലോക്ക്ഡ്. മെഡിസിൻസ് സെക്യൂർ ചെയ്ത് വെക്കണം. അടുത്ത നോക്കിയേ, കീപ് വാർണിംഗ്. കീപ് വാർണിംഗ് സൈൻസ് against toxic substances. കീപ് വാർണിംഗ് അതായത് നമുക്ക് എന്തെങ്കിലും ഈ ടോക്സിക് ആയിട്ടുള്ള വിഷകരമായിട്ടുള്ള എന്തെങ്കിലും സബ്സ്റ്റൻസ് ഇല്ലേ, അവിടെ നമ്മൾ വാർണിംഗ് സൈൻസ് കീപ്പ് ചെയ്യണം, വെക്കണം. അതായത് അപ്പൊ അല്ലെങ്കിൽ നമ്മളത് ടോക്സിക് ആണെന്ന് നമ്മൾ അറിയണ്ടേ? അങ്ങനെയുള്ള സബ്സ്റ്റൻസ് ആണെങ്കിൽ അവിടെ വാർണിംഗ് സൈന് വെക്കണം എന്നാ പറഞ്ഞത്. കീപ് വാർണിംഗ്.
Okay, warning signs against toxic substances. Warning signsകൾ വിഷകരമായിട്ടുള്ള അല്ലെങ്കിൽ ടോക്സിക് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആണെങ്കിൽ ഇത് ടോക്സിക് ആണ് എന്നുള്ള ഒരു മുന്നറിയിപ്പ് അവിടെ വെക്കണം. അവിടെ വേണമെങ്കിൽ ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടോ കേട്ടോ. കീപ് വാർണിംഗ്, ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് വാർണിംഗ് സൈൻസ് against ടോക്സിക് സബ്സ്റ്റൻസസ്. ടോക്സിക് വിഷകരമായിട്ടുള്ളത് അല്ലെ, അങ്ങനെയുള്ള സബ്സ്റ്റൻസ് അതിന് വാർണിംഗ് സൈന് വെക്കണം. ഓക്കെ, അത്രയാണ് ഇതില് സേഫ്റ്റി ഇൻ പേഷ്യന്റ് കെയറിൽ വരുന്നത്. നിങ്ങൾ ഇതൊന്ന് നോക്കിയേ, പേഷ്യന്റുമായിട്ട് റിലേറ്റ് ചെയ്ത രോഗി പരിചരണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള സേഫ്റ്റി മെഷേഴ്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തെ എന്താ പറഞ്ഞേക്കുന്നത്, നമ്മള് ഫീബിൾ ദുർബലരായിട്ടുള്ള അല്ലെങ്കിൽ ദിശാബോധമില്ലാത്തവർ അൺകോൺഷ്യസ് ആയിട്ടുള്ള ആളുകള് തന്നെ ബെഡിന്ന് തന്നെ ഇരിക്കാനും ഒക്കെ കൊടുക്കും. അപ്പൊ എന്താണ്, അവര് ആ ബെഡിന്ന് വീഴുന്നത് തടയുക. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, അവരോട് നിങ്ങൾക്ക് എന്താ പറയാ, ഒറ്റയ്ക്ക് ഇരിക്കാൻ പറ്റില്ല, അസിസ്റ്റൻസ് വേണം, ഹെൽപ്പ് ചെയ്യാം എന്നുള്ള കാര്യം അത് പേഷ്യൻസിനെ മനസ്സിലാക്കണം. ഒന്നാമത്തെ പോയിന്റ്. പിന്നെ രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞത് പേഷ്യൻസിന്റെ സാധനങ്ങള് കൈയെത്തുന്ന ദൂരത്ത് തന്നെ വെക്കണം. പിന്നെ വെപ്പാൻ യൂറിനറി ആ പാത്രം എടുക്കാന് അല്ലെങ്കിൽ യൂറിൻ ചെയ്യാനൊക്കെ ആയിട്ട് നഴ്സസിനെ അതിന് ഹെൽപ്പ് ചെയ്യാനായിട്ട് നഴ്സസിനെ വിളിക്കണമെങ്കിൽ നഴ്സസ് കോൾ ബെല്ല് ഉപയോഗിക്കാൻ പേഷ്യൻസിനോട് പറയണം. അടുത്തത് ബെഡ് റെയിൽ, ബെഡിന്റെ കൈപ്പിടി, ബെഡിന്റെ രണ്ട് സൈഡിലും കൈപ്പിടി ഉപയോഗിക്കണം. അടുത്ത നോക്കിയേ, മെഡിക്കേഷൻസ്, മരുന്നുകള് കൃത്യമായിട്ട് ചെക്ക് ചെയ്യണം. ആഹാരത്തിന് മുന്നോ ശേഷമാണോ, ഒന്ന് വീതം 2 നേരമാണോ, ഒന്ന് വീതം 3 നേരമാണോ അല്ലെ. അതുപോലെ പേഷ്യൻസ് ലേബൽ പേഷ്യന്റ് ആയിട്ട് പേഷ്യൻസിന്റെ പേര് ഇതെല്ലാം ചെക്ക് ചെയ്ത് വേണം മരുന്നുകൾ ഉപയോഗിക്കാൻ. പിന്നെ അടുത്ത് നോക്കിയേ, ലേബലിംഗ്, ലേബൽ ഓൾ ബോട്ടിൽസ് ആൻഡ് കണ്ടെയ്നേഴ്സ്, എല്ലാ ബോട്ടിലും കണ്ടെയ്നേഴ്സും ഒക്കെ കൃത്യമായിട്ട് തന്നെ ലേബൽ ചെയ്യണം. പിന്നെ മെഡിസിൻസ് ഒക്കെ ആ പേഷ്യൻസ് എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് സെക്യൂർ ആയിട്ട് വെക്കണം. അതായത് ഓർമ്മക്കുറവുള്ളവരൊക്കെ ഇല്ലേ, അങ്ങനെയുള്ള പേഷ്യൻസ് ഒക്കെ കേട്ടോ. അല്ലാത്തവരാണെങ്കിൽ കുഴപ്പമില്ല, അവർക്ക് കറക്റ്റ് ആയിട്ട് അറിയാലോ. അപ്പൊ അതെന്താ, മെഡിസിൻസ് അവര് ഉപയോഗിക്കുക, പേഷ്യൻസ് അവരുടെ ഇഷ്ടത്തിന് അല്ലെങ്കിൽ ഓർമ്മയ്ക്ക് കുറവുള്ള പേഷ്യൻസ് അവരുടെ ഇഷ്ടത്തിനൊക്കെ ഇങ്ങനെ എടുക്കാതിരിക്കാൻ വേണ്ടി മെഡിസിൻസ് ലോക്ക് ചെയ്ത് വെക്കണം. പിന്നെ വാർണിംഗ് സൈനുകൾ, ടോക്സിക് ആയിട്ടുള്ള സബ്സ്റ്റൻസ് അതിന് എതിരായിട്ട് നമ്മള് ആ ഒരു വാർണിംഗ് സൈനുകൾ കീപ്പ് ചെയ്യണം, വാർണിംഗ് കീപ്പ് ചെയ്യണം. ഓക്കെ, വാട്സ് ക്ലിയർ ആണോ? സേഫ്റ്റി ഇൻ പേഷ്യന്റ് കെയറും ജനറൽ സേഫ്റ്റി റൂൾസും. അപ്പൊ അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏത്, അത് ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതെന്ന് ചോദിക്കാം. പിന്നെ നിങ്ങളൊന്ന് വായിച്ചു വെക്കാം. കുഞ്ഞു കാര്യമാണ്, ഇന്ന് തന്നെ വായിക്കണം. ഒരു 5 മിനിറ്റ് വേണ്ട അത്രയൊന്ന് വായിച്ചു വെക്കാനായിട്ട്. ഇന്ന് തന്നെ എല്ലാവരും വായിച്ചു വെക്കണം കേട്ടോ. ഇനി നമ്മൾ പുതിയതായിട്ട് 3rd മൊഡ്യൂളിലേക്ക് കടന്നിട്ടുള്ളൂ. ഫസ്റ്റ് ദിവസമാണ്, ഫസ്റ്റ് ക്ലാസ് ആണ്. അപ്പൊ ഇന്നായിട്ട് നമ്മള് ഇങ്ങനെ വായിക്കാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് ഈ ക്ലാസ്സിൽ തന്നെ നമ്മളൊരു തീരുമാനം എടുക്കാം. എന്തായാലും ഞാൻ വായിച്ചു വെക്കും എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ എനിക്ക് എക്സാം വരുമ്പോ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമുക്കിനി ആ തെറ്റാവുന്നത് ചെയ്യാത്തവർക്ക് ഒന്ന് കറക്റ്റ് ചെയ്യാനുള്ള ഒരു അവസരം കൂടിയാണ്. ഇപ്പൊ നമ്മൾ ആദ്യം ഞാനാണ് കേട്ടോ 3rd മൊഡ്യൂളിലെ ഫസ്റ്റ് ചാപ്റ്റർ ഞാനാണ് എടുത്തേണ്. വേറെ മിസ്മാരൊന്നും ഫസ്റ്റ് 2nd മൊഡ്യൂൾ കഴിഞ്ഞ് കയറിയിട്ടില്ലല്ലോ. അപ്പൊ എന്താ പറയാ, ഇത് എല്ലാ ടീച്ചേഴ്സിന്റെയും ഇതുപോലെ തന്നെ ഫോളോ ചെയ്ത് നിങ്ങൾ പോരുക. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഇനി അടുത്ത സാർ ഇവിടെ ജോയിൻ ചെയ്യും കേട്ടോ നെക്സ്റ്റ്. ഓക്കെ, താങ്ക് യു.